Namaste. So, welcome to this second session of BPAC 133. Okay, today we are going to take Unit 3. Yesterday, ഇന്നലെ യൂണിറ്റ് 1ഉം യൂണിറ്റ് 2 എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് യൂണിറ്റ് 3. ഇന്നത്തെ ഹെഡിങ് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. അതായത് നമ്മുടെ ബ്രിട്ടൻ അറിയാലോ, പണ്ട് നമ്മുടെ ബ്രിട്ടീഷ് ആളുകളാണല്ലോ ഇവിടെ ഉണ്ടായിരുന്നത് ഇന്ത്യയിൽ. ഓക്കെ, അപ്പോൾ അവര് നടപ്പിലാക്കിയ ചില നിയമങ്ങളും അതിനുശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അതിന്ന് ചില സമയം ഇൻകണ്ടിന്യൂഷൻ ഓഫ് ദാറ്റ് യുനോ നമ്മൾ എന്തെല്ലാം ചില നിയമങ്ങൾ അതേപടി കോപ്പി ചെയ്തു. ഇതൊക്കെയാണ് നമ്മൾ ആദ്യം പണ്ടത്തെ കഥ, അതിനുശേഷം ഇപ്പോഴത്തെ. അപ്പൊ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് ആദ്യം നമ്മുടെ ഹെഡിങ്. അതാണ് യൂണിറ്റ് 3. അപ്പൊ ഇതില് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. എന്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി? ഓവർവ്യൂ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി അറിയാലോ, നമ്മുടെ ബ്രിട്ടീഷുകാർ ആദ്യം ഇന്ത്യയിൽ വന്ന് കൽക്കട്ടയിൽ അറിയാലോ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിന്റെ ഓവർവ്യൂ എന്താണെന്ന് വെച്ചാൽ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി EIC വാസ് an English, and later British, okay, joining stock company founded in 1600. Okay, yes, it was formed to trade with Indian Ocean region. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തീരത്തുള്ള പ്രദേശങ്ങളിലെ ട്രേഡിന് വേണ്ടിയിട്ട് സ്ഥാപിച്ചതാണത്. ഓക്കെ, ട്രേഡ് ഇൻ ദ ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ ഇനീഷ്യലി ആദ്യമായിട്ട് പിന്നെ അത് വികസിച്ചു വന്നു വിത്ത് ദി ഈസ്റ്റ് ഇൻഡീസ്, ദി ഇന്ത്യൻ സബ്കോണ്ടിനെന്റ് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആൻഡ് ലേറ്റർ സൗത്ത് ഈസ്റ്റ്. ഓഫ് കോഴ്സ് അത് വികസിച്ച് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെല്ലാം വന്നു. ഇതൊരു ട്രേഡിംഗ് കമ്പനി ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പറ്റിയിട്ടാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷനെ പറ്റി പറയുന്നുണ്ട് ഈ യൂണിറ്റില്. അത് കഴിഞ്ഞ് ഫ്യൂച്ചേഴ്സ് ഓഫ് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫ്ലുവൻസ് ഓഫ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ. ബ്രിട്ടീഷുകാരുടെ ഇന്നും ഓർക്കണം, ഇന്നും അതന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെന്ന് മറക്കരുത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 കൊല്ലം ആയാലും ശരി, നോക്കൂ, നമ്മുടെ കോടതി ഇംഗ്ലീഷിലല്ലേ എല്ലാ ജഡ്ജ്മെന്റും, ജഡ്ജി ഇരിക്കുന്നതും അതേമാതിരി മൈ ലോർഡ്, ഇതൊക്കെ ഇംഗ്ലീഷ് വേർഡാണ് ശരിക്കേ. ഓക്കെ, അതേ പ്രകാരം നോക്കൂ, എഞ്ചിനീയറിങ് നമ്മൾ ഇത്രയധികം 75 കൊല്ലമായാലും ശരി, എഞ്ചിനീയറിങ് ആയാലും ടെക്നോളജി ആയാലും ശരി, സയന്റിഫിക് വാട്ടർ, ഇത് നമ്മൾ പഠിക്കുന്നതെല്ലാം ഇംഗ്ലീഷിലാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയാലും ശരി, ഇപ്പൊ നമ്മൾ IIT-ലൊക്കെ പഠിപ്പിക്കുന്നത് എന്താണ്? കംപ്ലീറ്റ് ഇംഗ്ലീഷിലല്ലേ. അപ്പോ അതേമാതിരി ജഡ്ജ്മെന്റ് മുഴുവൻ നമ്മുടെ വെദർ ഇറ്റ് ഈസ് ഹൈക്കോർട്ട്, എല്ലാ ഹൈക്കോർട്ടിലും ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. അതിന്റെ കാരണം എന്താ അറിയോ? ഓരോരോ ഹൈക്കോർട്ടിലും പല സ്റ്റേറ്റിൽ നിന്ന് വരുന്ന നമ്മുടെ ജഡ്ജസ് ആണ്. യു ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് ഗുജറാത്ത് ഹൈക്കോർട്ട് ഓർ കേരള ഹൈക്കോർട്ട് ഓർ മദ്രാസ് ഹൈക്കോർട്ട്. അതിലിപ്പോ സപ്പോസ് 10-40 ജഡ്ജ് ഉണ്ട് വിചാരിക്കുക. ആ ജഡ്ജ് പല സ്റ്റേറ്റിൽ നിന്നും വരുന്നതാണ്. അപ്പൊ അവർക്ക് തമിഴിൽ എഴുതാൻ പറ്റില്ല, അല്ലെങ്കിൽ തെലുഗുവിൽ എഴുതാൻ പറ്റില്ല, മലയാളത്തിലെ ജഡ്ജ്മെന്റ് എഴുതാൻ പറ്റില്ല. അപ്പൊ കോമൺ ലാംഗ്വേജ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷാണ്. ഓക്കെ, അതൊന്നും ഫോളോ ചെയ്യുന്നു. നമ്മൾ വാട്ട് എവർ യുവർ എഞ്ചിനീയറിങ്, മലയാളത്തിലില്ലല്ലോ എഞ്ചിനീയറിങ്. ആൻഡ് വാട്ട് എവർ ഓൾ പ്രൊഫഷണൽ സ്റ്റഡീസ് ഇംഗ്ലീഷിലാണല്ലോ കംപ്ലീറ്റ്. എല്ലാം ആൾമോസ്റ്റ് മലയാളത്തിലേക്ക് അല്ലെങ്കിൽ തമിഴിലേക്കോ ഇല്ലെങ്കിൽ കന്നഡയിലേക്കോ അത് ഇല്ല. മാക്സിമം നമുക്കുള്ളത് ഇംഗ്ലീഷാണ്. ഇവ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് ഇംഗ്ലീഷും ഹിന്ദിയാണ് മാക്സിമം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി റീജിയണൽ ലാംഗ്വേജ് ആവില്ലേ എന്നൊന്നും നമുക്കറിയില്ല. ഇപ്പോഴത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഇംഗ്ലീഷും ഹിന്ദിയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഫ്യൂച്ചേഴ്സ് ഓഫ് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഞാൻ പറയുന്നത് അന്നത്തെ തന്നെയാണ് ഇപ്പോഴും പലതും ഫോളോ ചെയ്യുന്നത്. നമ്മുടെ ഭരണഘടന മാത്രം വ്യത്യാസമുണ്ട്. ബ്രിട്ടീഷ് ഭരണഘടന അൺറിട്ടേൺ ആണ്, നമ്മുടെ റിട്ടേൺ ആണ്. അവിടെ മനസ്സിലായില്ലേ? പക്ഷെ ചിലതൊക്കെ അവിടെ രാജാവാണ് ഹെഡ് ഓഫ് ദ നേഷൻ, നമ്മുടെ കൺട്രി. ഇവിടെ അതെ നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. മനസ്സിലായില്ലേ? ഹെഡ്, നോട്ട് പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്റർ ഈസ് ദ റിയൽ എക്സിക്യൂട്ടീവ്. നോമിനൽ നമ്മുടെ സ്റ്റേറ്റിന്റെ ഹെഡ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. കൺട്രിയുടെ സ്റ്റേറ്റിന്റെ ഗവർണറാണ്. അപ്പൊ ഇതൊക്കെ അവിടുത്തെ വന്ന വീടുകളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോ നൗ, അപ്പൊ ഫീച്ചേഴ്സ് ഓഫ്
ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ഇൻഫ്ലുവൻസിങ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ പറയുന്നില്ല, ഞാൻ അതിനെപ്പറ്റി പറയണ്ടല്ലോ. അതന്നെ നമ്മുടെ പലതും ഇൻഫ്ലുവൻസ് ചെയ്യും. നോക്കൂ, നമ്മുടെ കോടതിയിൽ നടക്കുന്ന ഓരോരോ കേസസ് നോക്കൂ, എല്ലാം മെത്തേഡ് അതേ ട്രഡീഷണൽ. ആ യൂണിഫോം നോക്കൂ, മനസ്സിലായില്ലേ? അതേമാതിരി പ്രേ, അതേമാതിരി മൈലോഡ് എന്നൊക്കെയുള്ള അതൊക്കെ പണ്ടത്തെ അതേ ഇതാണ്. നമ്മൾ ബ്രിട്ടീഷുകാരോട് യാചിക്കുമ്പോൾ അവിടുത്തെ ജഡ്ജിമാരുണ്ടായിരുന്ന അതേതാണ് ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്ന. പലതും മാറാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പലതും ഞാൻ പുസ്തകത്തിലില്ലാത്ത ജനറൽ നോളജിന് വേണ്ടി പറയും, അത് ശ്രദ്ധിക്കുക. ആ പുസ്തകത്തിലുള്ളത് വായിക്കുക, നിങ്ങൾ യു ടു റീഡ് ദ ടെക്സ്റ്റ് പ്രോപ്പർലി. നിങ്ങളെ പുസ്തകങ്ങൾ വായിക്കണം, പുസ്തകം. അല്ലാതെ പരീക്ഷയുടെ 2-3 ദിവസം മുമ്പേ പുസ്തകം വായിച്ച പോലെ. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഓർമ്മിക്കണം, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പുതിയ കൺസെപ്റ്റാണ്. ഇത് ഹിസ്റ്ററിയാണ്. ഇപ്പൊ പറയുന്നത് ഏൻഷ്യന്റ് സ്ഥലമാണ്. ഇത് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കിടക്കും നമ്മള് ഇപ്പോഴത്തെ സ്ഥിതി, മനസ്സിലായില്ലേ? അപ്പൊ ഇത് പുതിയതാണ്. അപ്പോൾ പുതിയത് വരുമ്പോൾ നിങ്ങളുടെ പുസ്തകത്തിൽ ഇല്ലാത്തതും കൂടി പറയും. കാരണം പുസ്തകം ചിലപ്പോൾ 2-3 കൊല്ലം മുമ്പേ പ്രിന്റ് ചെയ്തായിരിക്കും. ദിനം പ്രതി വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അമെൻഡ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നു, റൂൾസ് അമെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പല ആക്ടുകൾ ഉണ്ടല്ലോ പലതും. അപ്പൊ അതൊക്കെ ഞാൻ റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരും. അപ്പൊ പുസ്തകത്തിൽ ഇല്ലാത്തത് ഞാൻ പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് പുസ്തകത്തിലുള്ളതാണ് ചോദ്യം വരൂ. പക്ഷെ വെൻ യു ഗോ ഫോർ എ ജോബ്, റിലവന്റ് ഏരിയയിലുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നോളജ് വേണം. വെൻ യു ആർ അപ്പിയറിംഗ് ഫോർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ, നമ്മളെ ഏത് കോമ്പറ്റേറ്റീവ് മോസ്റ്റ് റിലവന്റ് ആയ റീസെന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. പിന്നെ അഡ്മിനിസ്ട്രേഷൻ, ഇറ്റ് ഈസ് വെരി കോംപ്ലക്സ് ദിസ് തിങ് ആൾ ഓവർ ദ വേൾഡ്. അപ്പൊ പുതിയ ഓരോരോ രാഷ്ട്രങ്ങളിലും ഓരോരോ വിധത്തിലാണ്. ചിലയിടത്ത് കിങ്ഡമാണ്, ചിലയിടത്ത് ഡെമോക്രാറ്റിക് കൺട്രിയാണ്, മൊണാർക്കിയാണ്, അങ്ങനെ പലതും. ചിലത് കമ്മ്യൂണാലിറ്റീസാണ്, ചിലത് റിലീജിയസ് ആണ്. അപ്പൊ അതിനനുസരിച്ചുള്ള അഡ്മിനിസ്ട്രേഷൻ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം ശ്രദ്ധിക്കണം. അഡ്മിനിസ്ട്രേഷൻ കോംപ്ലക്സ് ആണ്. അപ്പൊ നമ്മളെ വെൻ യു വാണ്ട് ടു ബിക്കം എ അഡ്മിനിസ്ട്രേറ്റർ, യു ഷുഡ് നോ എവറിത്തിങ് അബൌട്ട് ദ അഡ്മിനിസ്ട്രേഷൻ. അല്ലാണ്ട് ജസ്റ്റ് നമ്മളെ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിയറിയെ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് പ്രധാനപ്പെട്ട വേണ്ടത്. അതായത് അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസിലൂടെ കിട്ടൂ. അതായത് നിങ്ങൾ വെൻ യു സ്റ്റാർട്ട് വർക്കിംഗ് ഇൻ എൻ ഓർഗനൈസേഷൻ, ഓട്ടോമാറ്റിക്കലി. കാരണം എന്താ അറിയോ, ടാറ്റയുടെ അഡ്മിനിസ്ട്രേഷൻ അല്ല ബിർളയുടെ അഡ്മിനിസ്ട്രേഷൻ അല്ല അംബാനിയിലെ. അംബാനിയുടെയും ഇതിന്റെ മറ്റുള്ള കമ്പനികളുടെ അഡ്മിനിസ്ട്രേഷൻ അല്ല സ്റ്റേറ്റ് ഗവൺമെന്റിലും സെൻട്രൽ ഗവൺമെന്റിലും ഓട്ടോണമസ് ബോഡിയിലും ലോക്കൽ സെൽഫ് ഗവൺമെന്റും എല്ലാം മാറി മറിഞ്ഞുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഏകദേശ രൂപം നമുക്ക് അഡ്മിനിസ്ട്രേഷൻ പറ്റും. അപ്പൊ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞ ഒരു നേരോ സബ്ജക്റ്റ് അല്ല, വളരെ കോംപ്ലക്സ് ഒരു വൈഡ് സബ്ജക്റ്റ് ആണ്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം. പിന്നെ ഇത് നമ്മുടെ ബാച്ചിലേഴ്സ് ഡിഗ്രിയുടെ ആണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൽ അടങ്ങി അത്രത്തോളം ഞാൻ സംസാരിക്കുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ, ഓഫ് കോഴ്സ് ഐ യൂസ് ടു ടേക്ക് യെസ്റ്റർഡേ ഐ ടോൾഡ് യു മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ദി സെയിം. അപ്പോൾ അതെല്ലാം ലാബറേറ്റ് ആയിട്ടും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് വേണ്ടി ആ സമയത്ത്. പക്ഷെ ഞാൻ പുസ്തകത്തിലുള്ളത് ആദ്യം ഞാൻ പറയട്ടെ, അത് കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കൂ. ഓക്കെ, നൗ ഇതിൻ്റെ ഓബ്ജക്റ്റീവ്സ്. ഈ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, അതിൻ്റെ ഓബ്ജക്റ്റീവ്സ്, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഇൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ. ഇപ്പം നമ്മൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാര്യമാണ് പറയുന്നത്. അതെങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഉണ്ടായിരുന്നു, പിന്നെ എന്തെല്ലാം റിഫോംസ് ആണ് അവർ വന്നത് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷനിലെ. പിന്നെ 1858 മുതൽ 1935 വരെ ആയിരുന്നു ഈ പിന്നെ ഇത് നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പീരീഡ്. ഓക്കെ, 1858 മുതൽ 1935 വരെ. അപ്പൊ അവർ എന്തെല്ലാം നിയമങ്ങളാണ് അവർ കൊണ്ടുവന്നത്, എന്തെല്ലാം ഈവൻ നമ്മുടെ ഇന്ത്യയിലുള്ള പല കാര്യങ്ങളും ലൂട്ട് ചെയ്തിട്ട് അവർ കൊണ്ടുപോകണം. ട്രേഡിന് വേണ്ടി വന്നതാണ്. കച്ചവടം പറഞ്ഞ ബിസിനസ് അല്ലേ, ബിസിനസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് അല്ലേ, അല്ലാണ്ട് നഷ്ടത്തിന് വേണ്ടിയിട്ട് ഇവിടെ വരില്ലല്ലോ. ഇവിടുത്തെ തേയില, കോഫി, അതേമാതിരി കാഷ്യൂനട്ട്, ഇതേമാതിരി വളരെ കുരുമുളക്, വളരെ വിലപിടിച്ച കാര്യങ്ങൾ അവിടെ ഇല്ലാത്തതും ബ്രിട്ടനിലും അവിടെ നിന്ന് ഇല്ലാത്ത കാര്യങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി കാശുണ്ടാക്കിയവരെല്ലാം, മനസ്സിലായി? അപ്പോൾ ട്രേഡിങ് ഇതാണ് അവർ ചെയ്തു തരുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷനെ പറ്റി പറഞ്ഞാൽ ഇനി ഇൻട്രൊഡക്ഷൻ ഇതിൽ എന്താണ് പറയാനുള്ളത് വെച്ചാൽ, സി യെസ്, British arrived in India first as traders under the banner of Trading Corporation. Okay, so
ദ ബ്രിട്ടീഷ് ക്രൗൺ ഗ്രാൻഡഡ് എ ഗ്രൂപ്പ് ഓഫ് മെർച്ചൻസ്, കുറച്ച് ആളുകൾക്ക് ഈ ട്രേഡ് ആരാ ബ്രിട്ടീഷ് ക്രൗൺ, അതായത് ബ്രിട്ടീഷ് രാജാവ് രാജ്ഞി രണ്ടുണ്ട്, എലിസബത്ത് രാജ്ഞി, അതേമാതിരി പിന്നെ പലതുണ്ട് അവിടെ. ഇപ്പോൾ അതിനു മുമ്പേ പലരുണ്ടായിരുന്നു. പിന്നെ വിക്ടോറിയ റാണി ഉണ്ടായിരുന്നു. അങ്ങനെ പലരും ഉണ്ടായിരുന്നു. ആണുങ്ങളുണ്ടായിരുന്നു, ലൂയിസ് മറ്റേ പലരുണ്ടായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് ക്രൗൺ അവര് പല ഒരു ഗ്രൂപ്പ് ഓഫ് മർച്ചൻസിന്, കച്ചവടക്കാർക്ക് ഈ ട്രേഡ് ചെയ്യാനുള്ള അധികാരം കൊടുത്തു 1960 AD, വിച്ച് എവന്റലി ലെഡ് ടു ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ കമ്പനി. അങ്ങനെ ആ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തു. ദ കമ്പനി അറൈവ്ഡ് ഇൻ ഇന്ത്യ ആസ് എ ട്രേഡിംഗ് കോർപ്പറേഷൻ ആസ് റിമൈൻഡ്. അതായത് 165 കൊല്ലം ഈ കമ്പനി നമ്മുടെ ഈ എന്താ പറയണ്ടേ, എന്താ കമ്പനിയുടെ പേര്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈ കമ്പനി കച്ചവടം നടന്നു ഇവിടെ എത്ര വർഷം, 165 കൊല്ലം. 1600 ഇതാ 1600 AD വന്നിട്ട് 1765, അവ നോക്കിയുള്ളൂ, 165 കൊല്ലം നമ്മുടെ ഇവിടെ വന്ന് ഇന്ത്യയിലുള്ള എല്ലാ വിഭവങ്ങളും അവര് അങ്ങോട്ട് കടത്തി. മനസ്സിലായില്ലേ? അങ്ങനെ കാലക്രമേണ നമ്മുടെ ഇന്ത്യ വളരെ ഒന്നും അവശേഷിക്കാതെ നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഇന്ത്യക്ക് അനവധി പ്രോബ്ലംസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടിയും വന്നു. അത് പിന്നീട് പറയാം. നോ, ആഫ്റ്റർ ദ ഡിക്ലൈൻ ഓഫ് ദ മുഗൾ, ഇന്നലെ മുഗളിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഔറംഗസീബ്, അക്ബർ, അതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. അതിനെ പറ്റിയിട്ട് മുഗൾ എംപയർ ഇങ്ങനെ അവരുടെ ഭരണം ഇങ്ങനെ അസ്തമിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇത് വരുന്നത്. പോരെ? അപ്പൊ ഇന്ത്യയിലെ നിങ്ങൾ ഇന്നലെ പറഞ്ഞു ഗുപ്ത സാമ്രാജ്യം, മറ്റേ പല കാര്യങ്ങളും, മൗര്യ സാമ്രാജ്യം, ഇതൊക്കെ ഇന്നലെ പറഞ്ഞില്ലേ. അത് കഴിഞ്ഞിട്ടാണ് മുഗൾ സാമ്രാജ്യം. ആര്യന്റെ പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞില്ലേ ഇന്നലെ. അപ്പൊ അത് വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം. വൺ തിങ് വിച്ച് ഐ വാണ്ട് ടു ടെൽ യു വെരി ക്ലിയർലി, വളരെ ഇത് കാഷ്വൽ അപ്രോച്ച് പറ്റില്ല പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലെ. കാരണം ഇത് വളരെ, ഞാൻ പറഞ്ഞു, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വളരെ നല്ല ഒരു ഇതാണ്. ഇത് വെറും നിങ്ങളുടെ ഫൗണ്ടേഷൻ. അത് ഈ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇതിന്ന് മേപ്പെട്ട് പോകണം. അതാണ് മാസ്റ്റർ ഡിഗ്രി. അങ്ങനെ പ്രൊഫഷനായിട്ട് പരിണമിക്കണം. അപ്പോൾ അടിത്തറ ശരിയല്ല എന്നുണ്ടെങ്കിൽ ബിൽഡിംഗ് വിൽ കൊളാപ്സ്. അപ്പോൾ വായിച്ച് പുസ്തകങ്ങൾ വായിക്കണം. വായിക്കുന്നത് വളരെ കമ്മിയാണ് ആളുകൾ. അപ്പൊ പിന്നെ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷ നടത്തുന്നത് ഓൺലൈനിലല്ല. അതുകൊണ്ട് നിങ്ങൾ റൈറ്റിങ്ങിലാണ്, നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ് ഇതൊക്കെ വളരെ നല്ലത് ആയിരിക്കണം. അപ്പോൾ നിങ്ങളുടെ റൈറ്റിംഗ് എബിലിറ്റി, അത് റീഡിങ്, ടെക്സ്റ്റ് വായിക്കാതെ നിങ്ങളെ പറ്റില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ പണ്ടത്തെ പല യൂണിവേഴ്സിറ്റിയിൽ ജാംബുവിന്റെ കാലത്തുള്ള സിലബസ് അല്ല ഇത്. കാരണം പല യൂണിവേഴ്സിറ്റി 10 കൊല്ലം 12 കൊല്ലം 13 കൊല്ലമായിട്ട് സിലബസ് റിന്യൂ ചെയ്തിട്ടില്ല. ഇവിടെ ദിനം പ്രതി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി അങ്ങനെയല്ല. അപ്പൊ എന്തുണ്ട്, നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് കിട്ടുന്നത്. അത് വായിച്ചാലേ മനസ്സിലാവില്ലല്ലോ. അപ്പോൾ സാധാരണ ഇത് നമ്മുടെ ഈ വിദ്യാർത്ഥികൾ എന്താ ചെയ്യുക, പരീക്ഷയുടെ ഒരാഴ്ച മുമ്പേ അവിടെ കെട്ടിവെക്കും. അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ടിങ് ചെയ്യും. എന്നിട്ട് പഠിച്ച് തീരും. ഒരു പരീക്ഷ ഇപ്പോൾ, അത് കഴിഞ്ഞിട്ട് ജൂണിലൊരു പരീക്ഷ. അങ്ങനെ ഇരിക്കരുത്. കാരണം യു ടു അപ്പിയർ ദ എക്സാമിനേഷൻ വെൻ യു സ്റ്റാർട്ട്. നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എല്ലാ സബ്ജക്റ്റും നിങ്ങൾ കഴിയുന്നത് ആ ഷെഡ്യൂളിൽ കംപ്ലീറ്റ് ചെയ്യൂ. എന്താ കാരണം വെച്ചാൽ, ഞാനിത് പറയുന്നത് പുസ്തകത്തിലുള്ളതല്ലത്. കാരണം എത്രയോ ആയിരക്കണക്കിന് ആളുകൾ, ഞാനും ഐ വാസ് ഹെഡ് ഓഫ് ദ റിക്രൂട്ട്മെന്റ് ആക്ച്വലി ഇൻ ദ സെൻട്രൽ ഗവൺമെന്റ്. ആയിരക്കണക്കിൽ 7,000 മീത ആളുകൾ ഞാൻ റിക്രൂട്ട് ചെയ്തതാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ എന്താണ് പറയുന്നത് വെച്ചാൽ, ഈ നിങ്ങളെ പഠിച്ചാൽ മാത്രം പോരാ, അത് തിയറിയാണ്. അത് നിങ്ങളെ അപ്ലിക്കേഷൻ, ഹൗ യു ആർ ഗോയിങ് ടു വർക്ക് വെൻ യു ആർ ഇൻ ദ ഫീൽഡ്. നിങ്ങളെ ജോലി സ്ഥലത്ത് എങ്ങനെ പ്രവർത്തിക്കുന്നു, അത് നിങ്ങളുടെ ഈ ഫൗണ്ടേഷൻ അനുസരിച്ചിരിക്കും. അപ്പൊ ഇത് പുസ്തകത്തിന് കിട്ടും തിയറി നോളജ് ആണ്, തിയറിറ്റിക്കൽ നോളജ്. അത് കഴിഞ്ഞ് പ്രാക്ടിക്കൽ നോളജ്, എന്നാലേ നിങ്ങൾ പ്രൊഫഷണൽ ആവും. അപ്പൊ അതുകൊണ്ട് ഓരോന്നും നിങ്ങൾ വായിച്ച് അതേമാതിരി ഇതിന്റെ അസൈൻമെന്റ് ഉണ്ട്, അതൊക്കെ പ്രോപ്പറായിട്ട് എഴുതുക. ക്രിയേറ്റിവിറ്റി വേണം. പുസ്തകത്തിലുള്ള ആസിറ്റി നിങ്ങൾ കോപ്പി ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടേതായ വിധത്തിൽ എഴുതുക. പ്രോപ്പറായിട്ട് അസസ്മെന്റ് വരും, മാർക്ക് ഇടും. പിന്നെ ഒരു പ്രത്യേകം ഒരു ഗ്രേസ് മാർക്കും കിട്ടില്ല ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് ശ്രദ്ധിക്കുക. അവര് മറ്റുള്ള യൂണിവേഴ്സിറ്റി കാണുക, പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും പാസ്, അത് ചെയ്യില്ല. ഇവര് കറക്റ്റ് എവാലുവേഷൻ ആണ്. അത് ശ്രദ്ധിച്ച് കേൾക്കുക. കറക്റ്റ് എവാലുവേഷൻ ആണ്.
അതല്ലെങ്കിൽ നിങ്ങൾക്ക് റീ ഇവാലുവേഷന് പോവാം, അതിന് പൈസ ഫീസൊക്കെ കൊടുത്തിട്ട് അത് ചെയ്യാം, അതിനെ പറ്റിയൊന്നും കുഴപ്പമില്ല. അപ്പം അതുകൊണ്ട് അപ്പം ഞാൻ ഇവിടെ പറയുന്നത്, ടൈമിന് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക കോഴ്സസ് ഒക്കെ. പരീക്ഷ എപ്പോഴാണെന്ന് വെച്ചാൽ കൊല്ലത്തിൽ 2 തവണയാണ്, ഇനിയൊക്കെ ശരിക്കും നടക്കഞ്ഞി. അപ്പോൾ ആ പരീക്ഷകളൊക്കെ നിങ്ങൾ ശരിക്ക് അപ്പിയർ ചെയ്യുക. അല്ലാണ്ട് ഒരു പരീക്ഷ ഇപ്പോഴേ അത് കഴിഞ്ഞിട്ട് ചിലരുണ്ട്, നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടാവും 2, 3, 4 കൊല്ലം വരുന്നുണ്ട്. പക്ഷെ അതല്ല ഇവിടെ പ്രശ്നം. നിങ്ങൾ ബാച്ചിലേഴ്സ് ഡിഗ്രി പാസ്സായാൽ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി പാസ്സായാൽ എന്താണ് ഗുണം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പല വേക്കൻസി വരുമ്പോൾ അപ്ലൈ ചെയ്യാം. നേരെ മറിച്ച് നിങ്ങൾ 2 കൊല്ലം കഴിഞ്ഞിട്ട് 3 കൊല്ലം കഴിഞ്ഞിട്ട് ഗ്രാജുവേഷൻ നിങ്ങൾ കഴിഞ്ഞാൽ ആ സമയത്ത് അപ്ലൈ ചെയ്യാൻ പറ്റൂ. സപ്പോസ് പോസ്റ്റ് റിക്വയർ ഗ്രാജുവേഷൻ, നിങ്ങൾ ആ ഗ്രാജുവേഷൻ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുക? അപ്പോൾ യു ഹാവ് ടു വെയിറ്റ് ഫോർ ദ ഓപ്പർച്യൂണിറ്റി. ഓപ്പർച്യൂണിറ്റി വോണ്ട് വെയിറ്റ് ഫോർ യു. അപ്പൊ കഴിയുന്നതും പഠിക്കുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കൂ. അല്ലാണ്ട് ഇന്നൊരു പേപ്പർ 6 മാസം കഴിഞ്ഞ് വേറൊരു പേപ്പർ, അങ്ങനെ ആകുമ്പോൾ എന്താ ബുദ്ധിമുട്ട് വെച്ചാൽ, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാതെ ഓരോരോ പോസ്റ്റിന് ഓരോരോ ഇതുണ്ട്, ക്വാളിഫിക്കേഷൻ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം ഇതെല്ലാം കേൾക്കുക. അതേമാതിരി അസൈൻമെന്റ് എന്തൊക്കെ നിങ്ങളുടെ സ്റ്റുഡൻസ് മാനുവലുണ്ട്, അതെല്ലാം അതേ പ്രകാരം ചെയ്യുക. അപ്പോൾ ഇവിടെ പറയുന്നത് കമ്പനി ബ്രിട്ടീഷ്, നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അറൈവ്ഡ് ഇൻ ഇന്ത്യ. 165 കൊല്ലം ഇന്ത്യ ഭരിച്ചു. അവര് കച്ചവടത്തിനാണ് വന്നത്. 1765 വരെ കൊല്ലവർഷം അവർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ മുഗൾ സാമ്രാജ്യത്തിന്റെ അസ്തമനത്തിന് ശേഷമാണ് ഈ കമ്പനി വന്നത്. ഈ കമ്പനിയുടെ പുതിയ പേര് വന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നത് ഒരു പുതിയ കമ്പനിയായിട്ട് പരിണമിച്ചു. ഓക്കെ, നൗ ഹിയർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി came to India for trading purpose. I already told you. Okay, government of India directly under the British crown. രാജാവിന്റെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ അല്ലെങ്കിൽ രാജാവിന്റെ കീഴിലാണത്. 1880. Okay, see, now there was a council. ഇത് അതായത് എന്താണെന്ന് വെച്ചാൽ, ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ഗവേണിംഗ് ബോഡി ഉണ്ടായിരുന്നു, ഒരു കൗൺസിൽ. അതിന്റെ ഹെഡ് ഗവർണർ ആയിരുന്നു. ഗവർണറുടെ താഴെ ഒരു കൗൺസിൽ ഉണ്ടായിരുന്നു. കൗൺസിലിന്റെ താഴെ ഇപ്പൊ നോക്കൂ, ഈ ഓരോ അഡ്മിനിസ്ട്രേഷന്റെ പണ്ടത്തെ എങ്ങനെയായിരുന്നു, അതെങ്ങനെ പിന്നീട് പരിണമിച്ചതും കൂടി നോക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ കൗൺസിലിന്റെ താഴെ 3 ബോർഡ് ഉണ്ടായിരുന്നു. ബോർഡ് ഓഫ് ട്രേഡ്, രണ്ടാമത്തെ ബോർഡ് ഓഫ് റവന്യൂ, അത് കഴിഞ്ഞ് റെയിൽവേ ബോർഡ്. മനസ്സിലായില്ലേ? അപ്പൊ ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് പവേഴ്സും ഇവർക്കെല്ലാം കൊടുക്കുന്നു. ഓരോരോ നിയമപരമായിട്ടുള്ള കാര്യങ്ങളും അതേമാതിരി അപ്പോയിന്റ്മെന്റ് ചെയ്യാനുള്ള അധികാരങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേമാതിരി ദി കൗൺസില്, ട്രേഡ്, മിലിറ്ററി ബോർഡ് ഞാൻ പറഞ്ഞു. അങ്ങനെ 1765 മുഗൾ എംപറർ അവര് അന്ന് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ചില സ്ഥലങ്ങളിൽ നികുതി പിരിക്കാനുള്ള അധികാരങ്ങൾ കൊടുത്തു. ബീഹാർ, ബംഗാൾ, ഒറീസ, അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അവിടുത്തെ റവന്യൂ കളക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ മുഗൾ സാമ്രാജ്യം മുഗൾ സാമ്രാജ്യം ഇവർക്ക് അധികാരം കൊടുത്തു, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ആദ്യം. പക്ഷേ അവർ മിടുക്കന്മാരാണ്. അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ, മെല്ലെ 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 അവര് കുറേശ്ശെ പവർ ഇങ്ങനെ എടുത്തെടുത്ത് മുഗൾ സാമ്രാജ്യത്തിന്റെ എടുത്ത് അതിനുശേഷം കുറെ ഏരിയ, അതായത് റവന്യൂ കളക്ഷൻ കൂട്ടി. അതേമാതിരി വെൽത്ത് വളരെയധികം കൂടുതൽ പണം അവർക്ക് ലഭിക്കാൻ കിട്ടി. ഓരോ സ്ഥലം കൂടുതൽ ഏരിയ അവർ കവർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സിവിൽ, ജുഡീഷ്യൽ, മിലിറ്ററി മാറ്റേഴ്സ് എല്ലാം ഇവരുടെ വികസിച്ചു. ആരുടെ? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ. അതായത് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ഓക്കെ. അപ്പോ അവരുടെ കമ്പനി അപ്പൊ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അവരുടെ ഗോൾ എന്തായിരുന്നു വെച്ചാൽ, എല്ലാതും ഏരിയ കൺട്രോൾ ചെയ്യുക, കൺസോളിഡേറ്റ് ചെയ്യുക അവരുടെ പവർ. മനസ്സിലാക്കുക? അതായിരുന്നു അവരത്. അങ്ങനെ ഓരോരുത്തരെ സൈലന്റ് ആക്കി അവരങ്ങനെ മെല്ലെ മെല്ലെ വളർന്നു. അങ്ങനെ 1800 അവര് കമ്പനി ഒഫീഷ്യൽസ് ഫോക്കസ്ഡ് their strategy of gaining intervention. രാഷ്ട്രീയപരമായും കമേഴ്സ്യലായിട്ടും മിലിറ്ററി പരമായിട്ടൊക്കെ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇടപെടാൻ തുടങ്ങി. മനസ്സിലായില്ലേ? ഓരോരോ കാര്യത്തില്. അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ക്രിയേറ്റഡ് എ വാസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് മിനിസ്ട്രി. ഭയങ്കര വലിയ
അഡ്മിനിസ്ട്രേഷനും ഒരു അങ്ങനെ കമ്പനി സെറ്റപ്പ് വെൽ ഓർഗനൈസ്ഡ് പേഴ്സണൽ സിസ്റ്റം. അപ്പോൾ വളരെയധികം വലിയ ഒരു എന്താ പറയണ്ടേ വെൽ അഡ്മിനിസ്ട്രേറ്റഡ് ഇത് സിസ്റ്റം അവരുണ്ടാക്കി. ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വാസ് പാസ് ഇൻ ദ ബ്രിട്ടീഷ് പാർലമെന്റ്. അതിനുശേഷം നോക്കൂ, അവിടെ ബ്രിട്ടീഷ് പാർലമെന്റിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 പാസ്സാക്കി. അത് മാത്രമല്ല എല്ലാ പവറും ബ്രിട്ടീഷ് രാജ്ഞിക്കോ രാജാവിനെ കൊടുക്കാൻ വേണ്ടി ആക്ടിൽ പറഞ്ഞു. അങ്ങനെ ഇന്ത്യയുടെ ഓഫീസ്, അതേമാതിരി ഇൻ ദ കൺട്രി വിത്ത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ടു ലുക്ക് ഇന്ത്യയുടെ ഓരോരോ കാര്യങ്ങൾ നോക്കാൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് പറഞ്ഞ ഒരു പദവി രൂപീകരിച്ചു. പെർട്ടൈനിങ് ടു ഇറ്റ്സ് അഡ്മിനിസ്ട്രേഷൻ. നോമൻകൾച്ചർ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഗവർണർ ജനറൽ എന്ന് പറയുന്ന ആളെ മാറ്റി, ആ പദവി മാറ്റി വൈസ്രോയ് ജനറൽ ഓഫ് ഇന്ത്യ. അദ്ദേഹം ചീഫ് അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യയിലാണ്. അദ്ദേഹം വൈസ്രോയ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മൗണ്ട് ബാറ്റൻ, വെല്ലസ്ലി പ്രഭു, കർസൺ പ്രഭു അവരൊക്കെ വൈസ്രോയ് ആണ്. അപ്പൊ അവരുടെ ഡ്യൂട്ടി എന്താ വെച്ചാൽ ചീഫ് അഡ്മിനിസ്ട്രേറ്റർ ബ്രിട്ടീഷ് രാജാവിന്റെ ബിഹാഫില്, രാജ്ഞിയുടെ ബിഹാഫിലാണ് അവര്. രാജാക്കന്മാരുണ്ടായിരുന്നു, രാജ്ഞിമാരുണ്ടായിരുന്നു. പക്ഷെ ഈ രാജ്ഞിമാർക്കും രാജഗുരുക്കും ലോങ് ലൈഫാണ്. ഇപ്പോഴത്തെ ആൾക്കാർ 90 വയസ്സിൽ മീതായി. ഐ തിങ്ക് നമ്മുടെ ക്വീൻ എലിസബത്തിന്, മനസ്സിലായില്ലേ? അപ്പോ ഹിസ് റോൾ വാസ് ടു ലുക്ക് ഇൻ ടു ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഓർഡേഴ്സ് പാസ് ബൈ ദ ബ്രിട്ടീഷ് പാർലമെന്റ്. അപ്പോ കൗൺസിൽ ജനറലിന്റെ ഡ്യൂട്ടി ബ്രിട്ടീഷ് പാർലമെന്റ് എന്ത് നിയമം പാസ്സാക്കിയോ അത് ഫോളോ ചെയ്യുക. സോ നോ റെഗുലേറ്റിംഗ് ആക്ട് 1777. അപ്പൊ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ കാലക്രമേണ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇവിടെ ദ കമ്പനി വാസ് സെറ്റപ്പ് ഇൻ ഓർഗനൈസ്ഡ് പേഴ്സണൽ സിസ്റ്റം. ലോർഡ് കോറൻവാലിസ്, ലോർഡ് പറഞ്ഞ പ്രഭു, വൈസ്രോയ്, അതായത് അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ സിവിൽ സർവീസ് കോഡ് ഉണ്ടാക്കി. സിവിൽ സർവീസ് പാലിക്കേണ്ട നിയമങ്ങൾ, അതേമാതിരി ഇങ്ങനെ ഓരോരോ ഹി റെഗുലറൈസ് സ്പെസിഫൈഡ് ദ ഓഫീസ് ഓഫ് ദ ഡിസ്ട്രിക്ട് കളക്ടർ എന്നുള്ള പദവി രൂപീകരിച്ചു ഇന്ത്യയിൽ. ഡിസ്ട്രിക്ട് കളക്ടർ വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം. ഓഫീസ് ഓഫ് ദ ഡിസ്ട്രിക്ട്. അതേമാതിരി ജഡ്ജ്, ഡിസ്ട്രിക്ട് ജഡ്ജിന്റെ അതും ഈ കോറൻവാലിസ് പ്രഭുവാണ് രൂപീകരിച്ചത്. അതേമാതിരി ദ ഓഫീസ് ഓഫ് ദ ചീഫ് സെക്രട്ടറി, അതേമാതിരി ഇത് ഓഫീസ് ഓഫ് ദ ചീഫ് സെക്രട്ടറി അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് ലോർഡ് വെല്ലസ്ലി ആയിരുന്നു. അങ്ങനെ ദ ഓഫീസ് ഓഫ് ദ കമ്മീഷണർ ആൻഡ് സെക്ഷണൽ അറേഞ്ച്മെന്റ് ഇൻ ദി സെക്രട്ടേറിയറ്റ് were done by Lord Bentinck. അതായത് സെക്രട്ടേറിയറ്റിലെ ഓരോരോ ഘടകങ്ങള്, ഡിപ്പാർട്ട്മെന്റ്സ്. അണ്ടർ ദ ചാർട്ടർ ആക്ട് 1833 the Governor General of Bengal, okay, governor was appointed as the Governor General of India. Okay, Governor General of ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പദവി കൊടുത്തു 1833. ഓക്കെ, ഡോക്ടറിനുള്ള അങ്ങനെ ഡൽഹൌസി പ്രഭു എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആബ്സല്യൂട്ട് പവർ അവർക്ക് എല്ലാം ഓരോന്നോരോന്ന് എടുത്തു. ഇറ്റ് ഹെൽപ്ഡ് ഇംഗ്ലീഷ് ഭാഷ ഇംപ്ലിമെന്റ് ചെയ്തു, റെയിൽവേസ് ഇംപ്ലിമെന്റ് ചെയ്തു, സെറ്റപ്പ് എ സ്ട്രോങ് ബേസ് വിത്ത് ദ റൈസ് ഓഫ് ദ റവന്യൂ കളക്ഷൻസ്, റൂള് വളരെ സ്ട്രിക്റ്റ് റൂള്, പിന്നെ അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളും ഈ ഡൽഹൌസി പ്രഭു പാസ്സാക്കി. നമ്മുടെ റെയിൽവേയിലൊക്കെ റെയിൽവേ സ്റ്റാർട്ട് ചെയ്തൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഏതാണ് ആദ്യത്തെ റെയിൽവേ സിസ്റ്റം അറിയാമോ നിങ്ങൾക്ക്? ആദ്യത്തെ ബോംബെ, ഓക്കെ, ബോംബെ വിക്ടോറിയ ടെർമിനൽ സ്റ്റേഷൻ എന്നായിരുന്നു ആദ്യത്തെ ട്രെയിന് ടു കുർള, ഐ തിങ്ക് കുർള. ഓക്കെ, സോ അങ്ങനെ അറിയാം നമ്മുടെ വിക്ടോറിയ ടെർമിനൽ സ്റ്റേഷൻ ഇപ്പോൾ ഛത്രപതി ശിവാജി സ്റ്റേഷനായിട്ട് പരിണമിച്ചിട്ടുണ്ട്. അതെല്ലാം ബ്രിട്ടീഷ് ആർക്കിടെക്ചറിൽ ആ ബിൽഡിംഗ് ഉണ്ടാക്കിയാണ്. അതായത് രണ്ട് ലൈൻ പില്ലറിൽ 14 പ്ലാറ്റ്ഫോം ആയിട്ടാണ്. വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ റെയിൽവേ ടെർമിനൽ എനിവേർ ഇൻ ദ വേൾഡ്. ഇത്ര വർഷമായിട്ടും ഏകദേശം 200ഓളം വർഷത്തെ ആയി തോന്നുന്നുണ്ട്. ഈ 200 വർഷത്തിനുള്ളിൽ അതിൻ്റെ ഒരു ഇത് പോലും മാറ്റം വന്നിട്ടില്ല. മനസ്സിലായില്ലേ? ക്വീൻ വിക്ടോറിയയുടെ ചിത്രമാണ് അതിൻ്റെ മുകളിൽ. അതിന് പണി കഴിപ്പിച്ചത് ഇന്ത്യൻ എഞ്ചിനീയറിനും. കഥയുണ്ട് അതിൻ്റെ കേട്ടോ, ഓരോരോ കഥ. ആ എഞ്ചിനീയറെ ഏറ്റവും ലോകോത്തര നിലത്തിലാണ് നമ്മുടെ ഇത്. ആരെങ്കിലും ബോംബെയിൽ പോയിട്ട് നിങ്ങൾക്ക് അറിയാം, ബോംബെ VT സ്റ്റേഷൻ, വിക്ടോറിയ ടെർമിനൽ സ്റ്റേഷൻ.
Of course, I was also there for nearly 8 years. അപ്പോൾ അവിടെ ലോക്കൽ ട്രെയിൻ, അതേമാതിരി എവറി 2 minutes there is a train, every 2 minutes there is a ഇലക്ട്രിക് ട്രെയിൻ, അപ്പുറത്ത് മെയിൻ ലൈൻ. അപ്പോൾ ഇതെല്ലാം ഒരു ലൈനോ 2 ലൈനിലോ ഇതിലാണ് മുഴുവൻ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ എന്താ സ്ഥിതി എന്ന് വെച്ചാൽ, എന്താ പരിപാടി എന്ന് വെച്ചാൽ, ഇത്ര ബ്യൂട്ടിഫുൾ ടെർമിനസ് ഉണ്ടാക്കിയ നമ്മുടെ ഇന്ത്യൻ എഞ്ചിനീയറെ, അയാളെ ഇത് സ്റ്റോറിയാണ്. അവര് ബ്രിട്ടീഷ് രാജ്ഞി അല്ലെങ്കിൽ രാജാവ് അവര് അങ്ങോട്ട് ബ്രിട്ടനിലേക്ക് വിളിച്ച്, ഇംഗ്ലണ്ടിലേക്ക് വിളിച്ചിട്ട് അവർക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടി, ഈ രാജാവിന് നമ്മുടെ എഞ്ചിനീയർക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് ബ്രിട്ടനിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. അതായത് ഇത്ര ബ്യൂട്ടിഫുൾ റെയിൽവേ ടെർമിനൽ, ലോകത്തിൽ തന്നെ ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ റെയിൽവേ ടെർമിനൽ, വിക്ടോറിയ ടെർമിനൽ. ഇപ്പൊ ഛത്രപതി ശിവാജി അതാണ് റെയിൽവേ ടെർമിനൽ എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് പണ്ട് VT സ്റ്റേഷൻ എന്നാണ് വിക്ടോറിയ ടെർമിനൽ. അപ്പൊ അത് ഇത്തരത്തിലുള്ള ബ്യൂട്ടി ആയിട്ട് അത് ലോകപ്രസിദ്ധമായപ്പോ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇയാളെ വിളിച്ചിട്ട് ഒരു സമ്മാനം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇയാൾ പോയി അവിടെ കംപ്ലീറ്റ് ചാർജ് ഇതെല്ലാം സൗകര്യങ്ങളും അയാളെ അവിടെ ചെന്ന വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നന്നായിട്ട് അയാളെ എന്താ പറയണ്ടേ സ്വീകരിച്ചു, ആദരിച്ചു. പക്ഷേ എന്താ പറയാൻ പോണോ അറിയോ? ബ്രിട്ടനിലെ അവര് ഒരു റിക്വസ്റ്റ് കൊടുത്തു ഇയാൾക്ക്, നിങ്ങൾക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. ജനറേഷൻ ബൈ ജനറേഷൻ ബൈ ജനറേഷൻ തിന്നാനുള്ള കാശ് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് ഞങ്ങൾ കൊടുക്കും. പക്ഷേ ഇഫ് യു ഗോ ബാക്ക് ടു ഇന്ത്യ യു വിൽ കൺസ്ട്രക്ട് അനദർ റെയിൽവേ ടെർമിനൽ ലൈക്ക് ദിസ് ലോകത്തിൽ. അപ്പൊ ഇതിന്റെ ബ്യൂട്ടി പോവും. അതുകൊണ്ട് അദ്ദേഹത്തിനെ വധിച്ചു എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അതൊരു കഥ. അപ്പൊ എന്താ പറയുക, ഇത്തരത്തിലുള്ള പക്ഷെ നല്ല കാര്യങ്ങളും പലതും ചെയ്തിട്ടുണ്ട് അവര്. അതേ പ്രകാരം ചില സമയത്ത് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇങ്ങനെ ഓരോരോ മാറ്റങ്ങള് വന്നു റെയിൽവേയുടെ. ഞാൻ പറഞ്ഞു അതേമാതിരി പല 1793, 1813, 1833 അങ്ങനെ ഓരോരോ ഒഥോറിറ്റി, പവർ, പ്രിവിലേജ് ഇതൊക്കെ ഇങ്ങനെ കാലക്രമേണ ബ്രിട്ടീഷുകാര് വളരെ വളരെ സ്ട്രോങ് ആയിട്ട് വരാൻ തുടങ്ങി ഇന്ത്യയിൽ. അങ്ങനെ റെഗുലേറ്റിംഗ് ആക്ട് 1773, പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 ഡിറ്റർമിൻഡ് കമ്പനി സ്റ്റാറ്റസ്. ഈ കമ്പനിയുടെ ഇതിന്റെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്റ്റാറ്റസ് എന്താണെന്ന് ആ ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലതും അവര് റെഗുലേറ്റ് ചെയ്തു. അതേമാതിരി ചാൻസലർ ഓഫ് എക്സ്ചക്കർ, ഫൈനാൻസ് മിനിസ്റ്റർ, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആൻഡ് 4 പ്രൈവി കൗൺസിൽ, അങ്ങനെയുള്ള ഓരോരോ ഘടന അവരുണ്ടാക്കി. ദ ഗവൺമെന്റ് ബിക്കെയിം നോൺ ഫോർ ദ ഫസ്റ്റ് ടൈം ആസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇത് ഞാൻ ആൾറെഡി പറഞ്ഞു. ഇനി ഞാൻ പറയാൻ പോകുന്നത് 1857 ഈ ബ്രിട്ടീഷുകാര് എന്താണ് ഇനി ശ്രദ്ധിക്കുക, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നുള്ള ഫസ്റ്റ് ടൈം അങ്ങനെ നിലവിൽ വന്നു. ഇനി ശ്രദ്ധിക്കുക, ആദ്യത്തെ ഗവർണർ ജനറൽ ഇന്ത്യയിലേക്ക് അവർ അപ്പോയിന്റ് ചെയ്ത് വാറൻ ഹേസ്റ്റിംഗ് ബീങ് ദ ഫസ്റ്റ്. അദ്ദേഹമായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഗവർണർ ജനറൽ. അങ്ങനെ അദ്ദേഹത്തിന്റെ കീഴില് അഡ്മിനിസ്ട്രേഷൻ ഇവിടെ പല ഡിസ്ട്രിക്റ്റിലും അങ്ങനെ പല ഡിസ്ട്രിക്ട് കളക്ടർ, അതേമാതിരി പല ക്രിമിനൽ കേസസ് ഹാൻഡിൽ ചെയ്യാനുള്ള, സിവിൽ കേസ് ഹാൻഡിൽ ചെയ്യാനുള്ള ഡിസ്ട്രിക്ട് കോർട്ട് ഇതൊക്കെ ഉണ്ടാക്കി. അതേമാതിരി ബോർഡ് ഓഫ് റവന്യൂ കളക്ഷന് വേണ്ടി തീരുമാനിച്ചു. ഇനി ഞാൻ പറയാൻ പോകുന്നത് 1857, വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ചരിത്രത്തില് 1857 ശിപ്പായി ലേള. ദ ഫസ്റ്റ് വാർ, ഇന്ത്യയുടെ ആദ്യത്തെ ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് വാസ് എ ഷോക്ക്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ടു ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് നമ്മുടെ പൈസ മുഴുവൻ കൊണ്ടുപോകാൻ തുടങ്ങി ബ്രിട്ടീഷുകാര്. സോഷ്യൽ ഡിപ്രൈവേഷൻ, സോഷ്യലായിട്ട് നമ്മളൊക്കെ വളരെ വളരെ മോശക്കാരായിട്ടും അവരെല്ലാം വലിയ ആളുകളായിട്ടും അവരെന്താ വിചാരിച്ച ഇംഗ്ലീഷ് സ്പീക്കിംഗ് വളരെ ഹൈ ക്ലാസ് ആണെന്ന്, നമ്മളെ ഒന്നും ഇംഗ്ലീഷ് ഒന്നും അറിയാത്ത ആളും ഒക്കെ നമ്മളെ വളരെ അൺടച്ചബിലിറ്റി, പൊളിറ്റിക്കൽ അൺറസ്റ്റ്. 1857 രാഷ്ട്രീയപരമായിട്ടും വളരെ വ്യത്യാസം വന്നു. ഔട്ട് ബേസ്റ്റ്, നമ്മുടെ പൊട്ടിത്തെറിച്ചു ഇന്ത്യ.
ബ്രിട്ടീഷ് അതിന് കാരണം പറഞ്ഞാൽ എന്താണ് ഇതൊന്ന് ആദ്യം പറയട്ടെ. ബ്രിട്ടീഷ് റൂളേഴ്സ് ഹാഡ് ടു റിവൈവ് ദിയർ പോളിസി. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ മനം മാറ്റം ആരംഭിച്ചു, പേടിക്കാൻ തുടങ്ങി അന്ന്. അങ്ങനെ 1857 ആദ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തേതാണത്. പോളിസി ഓഫ് കോൺക്വസ്റ്റ് ആൻഡ് അനക്സേഷൻ ആൻഡ് അഡോപ്റ്റ് എ കോഷ്യസ്. അതിനുശേഷം ബ്രിട്ടീഷുകാര് വളരെ ശ്രദ്ധാപൂർവം കാൽക്കുലേറ്റ് ചെയ്ത പോളിസി ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കും. അത് മാത്രമല്ല ഇന്ത്യൻ പ്രതിനിധികളോടുകൂടി കോപ്പറേഷൻ സഹകരണം കൂടി ചോദിച്ചിട്ടാണ്. പിന്നെ while the British established a regular system of government from 1807 to 1947. നോക്കൂ, സ്വാതന്ത്ര്യ സമരത്തിന് ആദ്യത്തെ ഫസ്റ്റ് 1857 1947 സ്വാതന്ത്ര്യം കിട്ടിയത് വരെ ഇതേമാതിരി ബ്രിട്ടീഷുകാരെ ഒരു റെഗുലർ സിസ്റ്റം അങ്ങനെ കൊച്ചു ഗവൺമെന്റിന്റെ ഉണ്ടായി ഇൻ ദ കൺട്രി. യെറ്റ് ഇത് പോളിസി. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പറന്റ് അസോസിയേഷൻ വെന്റ് ഹാൻഡ് ഇൻ ഹാൻഡ് വിത്ത് ദ പോളിസി ഓഫ് ഓപ്പറേഷൻ. നമ്മളെ ശരിക്കും അടിച്ച് ഒതുക്കിയിട്ടുണ്ടായിരുന്നു നമ്മളെ, കേട്ടോ. അപ്പൊ അതും കൂടി നമ്മൾ ഇനി എന്താണ് ഇന്ത്യൻ റിബലിയൻ, വളരെ ശ്രദ്ധിച്ചോളൂ. നമ്മുടെ ഓക്കെ, ഇന്ത്യൻ റിബലിയൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ മേജർ അപ്രൈസിംഗ് ഇൻ ഇന്ത്യ. 1857-58 ഇത് സംഭവിച്ചത്. അതായത് ബ്രിട്ടീഷുകാരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എതിരായിട്ട് നമ്മുടെ ആളുകൾ വളരെ വളരെ ആംഗ്രി ആയിരുന്നു. എന്താ കാരണം അറിയോ? കാരണം കേട്ടോളൂ. അതായത് ഇന്ത്യത്തെ ജവാന്മാരുടെ ഇന്ത്യയിലത്തെ ആളുകളും കുറെ ജവാന്മാരൊക്കെ ഉണ്ടായിരുന്നല്ലോ മിലിറ്ററിയില്. അപ്പൊ അവർക്ക് എന്താ ചെയ്തത് വെച്ചാൽ അവരുടെ തോക്കില് ഉപയോഗിച്ചിരുന്നത് പിന്നെ കാർട്രൈറ്റ്. അതിലെന്താന്ന് ചെയ്തു വെച്ചാൽ പന്നിയുടെയും പശുവിന്റെയും കൊഴുപ്പ് കൂട്ടി. ഇത് പന്നി എഗൻസ്റ്റ് ഇസ്ലാം, കൗ യെസ് ഹിന്ദുവിൻ്റെയാണ്. ഇതിന്റെ കൊഴുപ്പും ഇതൊക്കെ കൂട്ടിയത് എന്തൊക്കെയാണ് ഇവര് കാർട്രേജ് ഉണ്ടാക്കിയത്. അത് ഹിന്ദു മതത്തിനും ഹിന്ദുക്കളായ സോൾജേഴ്സും മുസ്ലിമായ സോൾജേഴ്സും എതിർക്കാൻ തുടങ്ങി. അത് ഞങ്ങൾ ഉപയോഗിക്കില്ല എന്നോ ടച്ച് ചെയ്യില്ല എന്നോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഉള്ള പല ഹിന്ദുസും മുസ്ലിംസും ഒക്കെ എഗൻസ്റ്റ് അങ്ങനെയാണ് ഇത് ആവർത്തിച്ചത്. അപ്പൊ ഇനി ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ, അടുത്ത തന്നെയാണ് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ. So while the British established a regular system of government in 1847 over the country, policy apparent association. ഇതാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. എന്തുവരെ ആരംഭിച്ചാലും ശരി, പക്ഷേ നമ്മളെ അടിച്ചമർത്താൻ വേണ്ടി ഒരു പ്രത്യേകം ശ്രദ്ധിച്ചേർന്നു. അതാണ് ഞാൻ പറയുന്നത്, കേട്ടോ. ഇനി അടുത്ത് ദ മോർലി മിൻഡോ റിഫോംസ് 1909. ഇതെന്താണെന്ന് വെച്ചാൽ ലെജിസ്ലേറ്റീവ് കൗൺസിലെ നമ്മുടെ ഭരണം ആരംഭിച്ചു. അതായത് ഓരോരോ നമ്മുടെ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ കൗൺസിൽ, അതിലെ മെമ്പേഴ്സ്, ഇത്ര മെമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് റിഫോംസ് ഓരോന്നുണ്ടാക്കി. ഇൻക്ലൂഡഡ് ഡിസ്കഷൻ, ആനുവൽ ബഡ്ജറ്റ് ഡിസ്കഷൻ, മാറ്റർ ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റിനെ പറ്റിയിട്ട് ഓരോരോ കമ്മിറ്റിയിൽ എത്ര മെമ്പർ വേണം, ഇതൊക്കെ. അതാണ് മോർലി മിൻഡോ റിഫോംസ്. അവരെന്താന്ന് വെച്ചാൽ ഓരോരോ മാതിരി ഇവിടെ പ്രധാനപ്പെട്ട പ്രോവിൻസസ് ഉണ്ടായിരുന്നു. ബോംബെ പ്രോവിൻസ്, മദ്രാ പ്രോവിൻസ്, ബംഗാൾ പ്രോവിൻസ് റീജിയൻ, ഓരോരോ ഏരിയാസ്, തെക്ക് വടക്ക് കിഴക്ക് എന്നല്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഇവിടുത്തെ ഓരോ കൗൺസിൽ ഉണ്ടായിരുന്നു. ഗവർണർ ജനറൽക്കാണ് ഇവരൊക്കെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നു പലരും. അപ്പോൾ അതുകൊണ്ട് പിന്നെ റെപ്രസെന്റേഷൻ ഓഫ് മുസ്ലിംസും ഉണ്ടായിരുന്നു ഇതിൽ. അത് കാരണം ശ്രദ്ധിക്കണം, ഇവിടെ അതും ചെയ്തിരുന്നവർ. അങ്ങനെ പരിഷ്കാരങ്ങൾ വന്നു തുടങ്ങി. അങ്ങനെ ഹോം റൂൾ മൂവ്മെന്റ് മേഡ് ഇറ്റ് റിക്വസ്റ്റഡ് ഫോർ ഫർദർ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോം. അങ്ങനെ പല നമ്മുടെ മോണ്ടെഗോ, സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ്, ഡിക്ലെയർഡ് എ പോളിസി ഇൻ August 17 ഇൻക്രീസിംഗ് ദ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ. അപ്പൊ അങ്ങനെ മോണ്ടെഗോ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ജെയിംസ് ബോർഡ് റിഫോംസ് ആണ് ഇനി വരുന്നത്. അവരെ നമ്മുടെ ഇന്ത്യക്കാരുടെ റെപ്രസെന്റേഷൻ കൂടുതൽ ആക്കി ഓരോരോ കാര്യങ്ങളിൽ, അവരുടെ പാർട്ടിസിപ്പേഷൻ ഇന്ത്യക്കാരുടെ. അപ്പൊ അത്രത്തോളം ക്ലാഷ് ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചു. ഇനി മോണ്ടെഗോ ജെയിംസ് ബോർഡ് റിഫോംസ് ഇൻ 1919 ഫസ്റ്റ് പോപ്പുലർ കൺട്രോൾ ഇൻ ദ ഫീൽഡ് ഓഫ് ലോക്കൽ ഗവൺമെന്റ്. താഴെ ഉള്ള ലെവലിലേക്കുള്ള പോപ്പുലർ കൺട്രോള് മോണ്ടെഗോ ജെയിംസ് ബോർഡ് റിഫോംസ് ആണ്. ലോക്കൽ ഗവൺമെന്റ് കണ്ടോ, അതല്ലേ ഇപ്പോഴും നമ്മുടെ പഞ്ചായത്ത്. സെക്കൻഡ്, ദ പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് ടു ബി മെയ്ഡ് റെസ്പോൺസിബിൾ പീപ്പിൾ. പഞ്ചായത്ത് ഡയറക്ട്ലി നമ്മുടെ ജനങ്ങളോടല്ലേ ഇന്ററാക്ട് ചെയ്യുന്നത്. ആൻഡ് തേർഡ്, ദാറ്റ് കൺട്രോൾ അക്സെപ്റ്റഡ് ദ ബ്രിട്ടീഷ് പാർലമെന്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. അത് തീർച്ചയായിട്ടും അന്ന് ബ്രിട്ടീഷുകാരല്ലേ ഉണ്ടായിരുന്നത്. അപ്പൊ അവരോട് ഈ റവന്യൂ കലക്ഷൻ മറ്റേതൊക്കെ അവരുടെ നിയമപ്രകാരം അവർക്ക് കൊടുക്കേണ്ടതാണല്ലോ. അപ്പൊ അതാണ്. ഇനി മിഷണറി ഓഫ് ഡയാർക്കി പറയാൻ എന്താ? ഡയാർക്കി എന്ന് പറഞ്ഞാൽ 2 ഇൻഡിപെൻഡന്റ് അതോറിറ്റി പ്രോവിൻസസിന്. അതായത് യെസ്,
the entire subject of the government were divided between the central and അതെന്താ അറിയോ, ഈ ചില സബ്ജക്റ്റ് സെൻട്രൽ, ചില സബ്ജക്റ്റ് അത് ഞാൻ പറയാം എന്താണെന്ന് നോക്കൂ. ഇവിടെ എന്താ സംഭവിച്ചു വെച്ചാൽ, നമ്മുടെ നിങ്ങൾക്കറിയാലോ ഈ പല കാര്യങ്ങളും സെൻട്രൽ ഗവൺമെന്റ് ചെയ്യുന്നു, ചിലത് സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യുന്നില്ലേ. അപ്പൊ അത് ഡിവൈഡ് ചെയ്തു. പ്രൊവിൻഷ്യൽ ലെവൽ പറഞ്ഞ റീജിയൻ സബ്ജക്റ്റ് അങ്ങനെ നോക്കൂ. ഇന്ത്യയിലെ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. യൂണിയൻ ലിസ്റ്റ് പറഞ്ഞാൽ റെയിൽവേ, പോഷൻ ടെലിഗ്രാഫ്, പട്ടാളം, അതേമാതിരി കസ്റ്റംസ്, സെൻട്രലൈസേഴ്സ്, ഇൻകം ടാക്സ്, എക്സ്റ്റേണൽ അഫയേഴ്സ്, ഇതൊക്കെ മിന്റ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇതെല്ലാം സെൻട്രലാണ്. സ്റ്റേറ്റിന്റെ പ്രൊവിഷണൽ പറഞ്ഞ സ്റ്റേറ്റ് റീജിയൻ, അത് സ്റ്റേറ്റിന്റെ ആണ്. ലോ ആൻഡ് ഓർഡർ, അഗ്രികൾച്ചർ, ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ, ജയില്, ഇതൊക്കെ അവർ ചെയ്യേണ്ടതാണ്. അപ്പൊ അങ്ങനെ പവർ ഓരോന്ന് ഡിവൈഡ് ചെയ്യേണ്ടി. ദി ഗവർണർ എക്സസൈസ് എക്സിക്യൂട്ടീവ് പവേഴ്സ്, അറിയാലോ, the whole administration through the instrument of instruction and executive. ഇന്നും അതന്നെയല്ലേ. നമ്മുടെ സ്റ്റേറ്റിന്റെ ഹെഡ് ആരാ? ഗവർണറാണ്. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആരാ? ഗവർണറുടെ പേരിലല്ലേ. ഗവർണറല്ലേ ചീഫ് മിനിസ്റ്റർക്ക് സത്യപ്രതിജ്ഞ കൊടുക്കുന്നത്, അല്ലെ? ചീഫ് മിനിസ്റ്റർ ആയിരിക്കും ആരൊക്കെ കൊടുക്കുക? ഗവർണർക്കല്ലേ കൊടുക്കുക. ഓക്കെ, നൗ അടുത്ത് യെസ് പ്രൊവിൻഷ്യൽ ഓട്ടോണമി ഞാൻ പറഞ്ഞു. ഇനി ഫ്യൂച്ചേഴ്സ് ഓഫ് ബ്രിട്ടീഷ് സെൻട്രലൈസ് ഫീച്ചേഴ്സ് ഓഫ് യെസ് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ഇൻഫ്ലുവൻസ്. നോക്കൂ, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ എത്രത്തോളം ഇന്ത്യയെ ബാധിക്കുന്നുണ്ട്. സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ആണ് ആദ്യം ഇത് ഉണ്ടായിരുന്നത്. അതായത് അഡ്മിനിസ്ട്രേഷൻ നോക്കൂ, സെൻട്രലില് നമ്മുടെ പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, അങ്ങനെയൊക്കെയുള്ള ഓരോ സെൻട്രലുണ്ട്. സ്റ്റേറ്റില് അതേമാതിരി വ്യത്യാസമുണ്ട്. വി ഹാവ് സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ വിത്ത് പ്രൈം മിനിസ്റ്റർ, ടോപ്പ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്. അതേമാതിരി പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ യെസ് കറക്റ്റ്. പിന്നെ അപ്പൊ ഇത് വേറൊരു പ്രത്യേകത എന്താണ്? സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ വിത്ത് പ്രൈം മിനിസ്റ്റർ, യൂണിയൻ ലെവൽ. പിന്നെ അതിനുശേഷം നമ്മുടെ സെൻട്രൽ നമ്മൾ പല കമ്മീഷൻ ഉണ്ട്. നമ്മുടെ കമ്മീഷൻ നോക്കൂ, ഫീച്ചേഴ്സ് ഓഫ് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ. അതിന് പല നോക്കൂ, ഫൈനാൻസ് കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ, വിജിലൻസ് കമ്മീഷൻ, അല്ലേ? നോക്കൂ, പല 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 കമ്മീഷനും ഉണ്ട്. നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, UPSC, അതേമാതിരി അങ്ങനെ പല പല കമ്മീഷനുണ്ട്. പിന്നെ റെഗുലേറ്ററി ബോർഡ് ഉണ്ട്, നമ്മുടെ ടെലികോം റെഗുലേറ്ററി ബോർഡ്. അതുമാതിരി ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി, BSI, ISI, ഇതൊക്കെ അതൊക്കെ അതോറിറ്റീസ് ആണ്. ഏവിയേഷൻ അതോറിറ്റി, നമ്മുടെ സിവിൽ ഏവിയേഷൻ. അപ്പൊ അങ്ങനെ. പിന്നെ പ്രൊവിൻഷ്യൽ റീജിയണൽ ആണ്. എലാബറേറ്റ് ലോക്കൽ ഗവൺമെന്റ്, അത് നമ്മുടെ ലോക്കൽ എലാബറേറ്റ് ലോക്കൽ ഗവൺമെന്റ് നിങ്ങൾക്ക് അറിയാലോ. ലോക്കൽ ഗവൺമെന്റ് എന്താണ്? ഡിസ്ട്രിക്ട്, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത്. പിന്നെ റൂൾ ഓഫ് ലോ, ഓരോന്നിനും നിയമങ്ങളുണ്ടല്ലോ. അപ്പൊ അത് നമ്മളെ നിയമങ്ങളെ പാലിക്കണം. റൂൾ ഓഫ് ലോ പറഞ്ഞാൽ അനദർ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ വാസ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ റൂൾസ് ഓഫ് ലോ. പിന്നെ സിവിൽ സർവീസസ് നിങ്ങൾക്കറിയാം, പണ്ട് ബ്രിട്ടനിലെ ICA ആണ്, സോറി ICS ആണ്, ഇന്ത്യൻ സിവിൽ സർവീസ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം അത് IAS ആയിട്ട് പരിണമിച്ചു, ഇന്ത്യ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആയിട്ട് പരിണമിച്ചു. അപ്പൊ റൂൾസ് ഉണ്ട്, പലതും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. റൂൾസ് ബാധകമാണ്. ഓരോരുത്തരും സിവിൽ റൂൾസ് ഉണ്ട്. പോലീസിനുണ്ട് റൂൾസ്. ഓക്കെ, സോ സിവിൽ സർവീസ് അതിനെ പറ്റിയിട്ട് നിങ്ങൾക്കറിയാം. IAS, IPS, ഇതൊക്കെ പല കാര്യങ്ങളുണ്ട്. പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ട്. പബ്ലിക് സർവീസ് കമ്മീഷനൂടെ നമ്മുടെ UPSC ആണ് പലത് പരീക്ഷ നടത്തുന്നുണ്ട്. പബ്ലിക് സർവീസ് PSC എക്സാമിനേഷൻ നടത്തുന്നുണ്ട്. അങ്ങനെ അനവധി എക്സാമിനേഷൻ നടന്നത്. അത് സ്റ്റേറ്റിന് വേണ്ടിയാണ് PSC, UPSC സെൻട്രലിന് വേണ്ടിയിട്ടാണ്. അതെല്ലാം ഗവൺമെന്റ് അപ്പോയിന്റ്മെന്റ് ആണ്, കംപ്ലീറ്റ് പെർമനന്റ് അപ്പോയിന്റ്മെന്റ് ആണ്, റെഗുലർ അപ്പോയിന്റ്മെന്റ് ആണ്. ആ സിവിൽ സർവീസ് സെക്യൂരിറ്റി ഓഫ് ജോബ് ഉള്ളതാണ്. ഓക്കെ, പിന്നെ അടുത്തത് conclusion. The British government initiated reforms in the form of Indian Council Act 1861 and 1892. Morley Minto Reform 1909. Montagu Chelmsford 1919. ഇതൊക്കെ ഓരോരോ പ്രഭുക്കള് വൈസ്രോയിമാരുടെ ഓരോരോ പരിഷ്കാരം. ചിലർ റെയിൽവേ ഉണ്ടാക്കി, ചിലർ ക്രിസ്ത്യൻ പള്ളികൾ ഉണ്ടാക്കി, ചിലർ സ്കൂൾ ഉണ്ടാക്കി, ചിലർ ഹയർ എഡ്യൂക്കേഷൻ നടത്തി. ബോംബെ യൂണിവേഴ്സിറ്റി, കൽക്കട്ട യൂണിവേഴ്സിറ്റി, അതേമാതിരിയുള്ള ഓരോ റിഫോംസിനെ പറ്റിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞത്. പിന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, അതിൽ നമ്മുടെ പലതിലും നമ്മുടെ ഇന്ത്യക്കാരെ സഹകരിച്ചു. കാരണം കോർപ്പറേഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല അവർക്ക്. അപ്പോൾ പിന്നെ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ നമ്മൾ ഇന്ത്യക്കാർ വെറുകാൻ തുടങ്ങി 1857 ശേഷം.
അങ്ങനെ ലാൻഡ് മാർക്ക് അച്ചീവ്മെന്റ് ഓഫ് ഹാവിംഗ് 3 ലിസ്റ്റ്. അതേമാതിരി യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് പറഞ്ഞ സ്റ്റേറ്റിനും സെൻട്രൽ ഗവൺമെന്റിനും ഈക്വലി അധികാരപ്പെട്ടത്. അതേതാണ്? ഉദാഹരണം പറയാൻ പറ്റുമോ? നോക്കോളൂ, ഞാൻ ആൾറെഡി പറഞ്ഞു സ്റ്റേറ്റിന്റെയും സെൻട്രലിന്റെയും ഓരോരോ പരിധികൾ. 96 സബ്ജക്റ്റിലെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് 96 സബ്ജക്റ്റിലെ നമ്മുടെ സ്റ്റേറ്റിനാണ്, യൂണിയൻ സെൻട്രൽ ഗവൺമെന്റിനാണ് അധികാരം. അതിൽ എല്ലാം പാസ്പോർട്ട്, നമ്മുടെ ആർമി, നേവി, എയർഫോഴ്സ്, അത് ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മുടെ CASF, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, ഇതൊക്കെ ഉണ്ടല്ലോ കംപ്ലീറ്റ്. നമ്മുടെ ഇത് ഓഷ്യൻ, മറ്റേ ഇത് മറൈൻ, മറ്റേ മിന്റ്, അതേമാതിരി പ്രിന്റിങ് ഓഫ് നോട്ട്, അതേമാതിരി നമ്മുടെ ഇത് അംബാസഡർ അപ്പോയിന്റ്മെന്റ്, പിന്നെ സിവിൽ സർവീസ്, UPSC, ഇതൊക്കെ സെൻട്രൽ ഗവൺമെന്റ് ലിസ്റ്റ് വരുന്നതാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ലിസ്റ്റ് ഞാൻ ആൾറെഡി പറഞ്ഞു, ജയിലെ, അഗ്രികൾച്ചർ, അതുമാതിരി ഫുഡ് സപ്ലൈ, അതേമാതിരി വന്നു. വെൽഫെയർ ഏറ്റവും കൂടുതൽ നോക്കണം, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് നോക്കേണ്ടത്. ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ടു ദ നീഡി പീപ്പിൾ, അതാണ് നോക്കേണ്ടത്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ദി ലാൻഡ് മാർക്ക്, പിന്നെ കൺകറന്റ് ലിസ്റ്റിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞില്ല. മൂന്നാമത്തെ ഒരു ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ്. സ്റ്റേറ്റിനും സെൻട്രൽ ഗവൺമെന്റിനും അധികാരപ്പെട്ടത്. അതേതാണ്? 1, ഡൈവേഴ്സ് മാരേജ്. അത് സ്റ്റേറ്റിന്റെ അല്ല, സെൻട്രലിന്റെ അല്ല. കേരള, സപ്പോസ് യു ക്യാൻ മാരി ഫ്രം ഡൽഹി ഗേൾ വിത്ത് ബംഗാൾ ബോയ്, രാജസ്ഥാൻ ഗേൾ വിത്ത് ആസാം ബോയ്. അപ്പൊ എങ്ങനെ സ്റ്റേറ്റിന്റെ അതിൽ വരിക? സോ ഡൈവേഴ്സ് എഗെയിൻ. അപ്പോൾ ഫാമിലി കോഡ് പോണ സമയത്ത് അത് ഇറ്റ് ഈസ് കമ്മിങ് കൺകറന്റ്. 2 സ്റ്റേറ്റ്, സെൻട്രലിനും സ്റ്റേറ്റിനും അധികാരപ്പെട്ട, അല്ലെങ്കിൽ 2 സ്റ്റേറ്റ് തമ്മിൽ, ഇന്റർ സ്റ്റേറ്റ് തമ്മിലുള്ളതാണ്. അപ്പൊ അത് കൺകറന്റ് വരും. ഒരു സ്റ്റേറ്റിന് അധികാരമില്ല അതിൽ ഇടപെടാൻ. ഇനി അടുത്തത് ഇന്റർ സ്റ്റേറ്റ് വാട്ടർ, ഗംഗാ നദി, ബ്രഹ്മപുത്ര, കാവേരി, കൃഷ്ണ, ഈ നദികൾ പല പല സംസ്ഥാനത്തുകൂടെയല്ല ഒഴുകുന്നത്. അപ്പൊ എങ്ങനെ ഒരു സ്റ്റേറ്റിന് അധികാരപ്പെടുക? കാവേരി വാട്ടറിന്റെ വെള്ളം 5 സ്റ്റേറ്റിന് അധികാരപ്പെടണം, 4 സ്റ്റേറ്റിന്. കേരള, കർണാടക, തമിഴ്നാട്, പോണ്ടിച്ചേരി. അതെങ്ങനെ ഒരു സ്റ്റേറ്റ് റൂൾ ഉണ്ടാക്കുക? അതേമാതിരി ഗംഗ, ഒന്ന് ആലോചിച്ച് നോക്കുന്നത് എത്ര സ്റ്റേറ്റ് ആണ്? ജമ്മു, നമ്മുടെ ഡൽഹി, അത് കഴിഞ്ഞിട്ട് ഉത്തർപ്രദേശ്, ബീഹാർ, അങ്ങനെ പോണു, ബംഗാൾ, അങ്ങനെ. അപ്പൊ എങ്ങനെ ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കാം? അത് കൺകറന്റ് ലിസ്റ്റ് പെടും. പോരെ? ഇത് അങ്ങനെ കുറെ ഉണ്ട്. അപ്പൊ അത് 96 സബ്ജക്റ്റിലെ സെൻട്രലിനും 66 സ്റ്റേറ്റ് ഗവൺമെന്റിനും 46 or 47 കൺകറന്റ് ലിസ്റ്റിലുണ്ട് കേട്ടോ. കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് പറയാം. അപ്പൊ അങ്ങനെ ഈ യൂണിറ്റ് കഴിഞ്ഞു. അടുത്തത് യൂണിറ്റ് 4, കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച് ഇൻ ദ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ. 1947 സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ ചാലഞ്ചസ് വളരെ വളരായിരുന്നു. വളരെ ഭയാനകവും വളരെ പരിതാപകരമായ സ്ഥിതിയായിരുന്നു ഇന്ത്യയുടെ. കാരണം എല്ലാ പൈസയും അങ്ങോട്ട് പോയി. അപ്പോൾ നമുക്കുള്ളത് വെറും പോപ്പുലേഷനും പോവർട്ടി, ദാരിദ്ര്യം ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസവും ഇല്ല, സ്കൂളില്ല, കോളേജില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇല്ല, ഇൻഡസ്ട്രി ഇല്ല, യാതൊന്നും ഇല്ല. നമ്മുടെ ട്രഷറി കാലി, അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോ 1947 ചാലഞ്ചസ് ഇൻ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ എന്താണ് പറ്റിയറിയോ? ഏറ്റവും വലിയ ദുരന്തം നമുക്ക് എന്താ സൃഷ്ടിച്ചു വെച്ചാൽ, നമ്മുടെ നോൺ വയലേഷനോട് കൂടി, നമ്മൾ അഹിംസ സിദ്ധാന്തത്തിലൂടെയാണ് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയത്. ലോകത്തിലെ ഏക രാജ്യമാണ്. പക്ഷേ പ്രശ്നം വന്നാൽ അത് കഴിഞ്ഞ് കമ്മ്യൂണൽ പ്രോബ്ലം വന്നു. അതായത് അറിയാലോ, പാകിസ്ഥാൻ, ഇന്ത്യ, കുറെ ആൾ അങ്ങോട്ട്, കുറെ ആൾ ഇങ്ങോട്ട്. അതിൽ അനവധി ആളുകൾ മരണപ്പെട്ടു. അനവധി ആളുകൾ ഒന്നുമില്ലാണ്ട് ഇവിടുന്ന് എടുത്ത് ഓടി അങ്ങോട്ട്. അവിടെ നിന്ന് ആളുകൾ ഇങ്ങോട്ട്, ഒന്നുമില്ലാതെ എത്രയോ വർഷം ജീവിച്ചേർന്ന ആളുകൾ സ്വത്തുക്കളും എല്ലാം വിട്ട് വലിച്ചെറിഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ വന്ന് ദാരിദ്ര്യം, അവർക്കൊന്നുമില്ലല്ലോ ഇവിടെ. ഇതേമാതിരി ഇവിടുന്ന് പോയവരും അങ്ങനെ തന്നെ. അപ്പൊ അങ്ങനെ അനവധി ആയിരക്കണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ട്. അവരുടെ ആളുകളും നമ്മുടെ ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും, കാരണം ഒരു ട്രാൻസ്പോർട്ട് ഉണ്ടായിരുന്നില്ല, പട്ടിണി കിടന്ന് മരിച്ച്. അനവധി പ്രശ്നങ്ങളുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, കാരണം അത് പ്രകാശ് ചെയ്യുന്നൊരു കാര്യം കൊണ്ട് പറയാം. അനവധി ദുരന്തങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചു വെച്ചാൽ, ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ത്യ മഹാരാജ്യം 2ആയി പരിണമിച്ചു. അപ്പൊ പക്ഷെ സ്വാതന്ത്ര്യം കിട്ടുമ്പോ ഗാന്ധിജി നല്ല ഇതാണെന്ന് അഹിംസ, പക്ഷെ അതിനുശേഷം വന്ന ഫലം, അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ കമ്മ്യൂണൽ പ്രോബ്ലംസ് വന്നു. ബാക്കി ഞാൻ പറയുന്നില്ല, ബാക്കി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ എന്ത് നമുക്ക് ചാലഞ്ച് വന്നറിയോ? നോക്കൂ, നമുക്ക് അനവധി റിഫ്യൂജീസ്
അവിടുത്തെ ആളുകൾ ഇങ്ങോട്ട്, ഇവിടുത്തെ ആളുകൾ അങ്ങോട്ട്. അപ്പൊ ഈ ഓർമ്മിക്കണം, അവിടെ ചില പ്രിസ്ക്രൈബ്ഡ് മതം, അതേമാതിരി നമ്മുടെ ആള് ഇവിടെ വരുന്നത് വേറെ മതക്കാര്, അല്ലെങ്കിൽ വേറെ, അങ്ങനെ പലരും. അപ്പൊ അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ. പിന്നെ രണ്ടാമത് എക്കണോമിക് പ്രോബ്ലം. പൈസ ആരുടെ കയ്യിലും ഉണ്ടായിരുന്നില്ല. ലക്ഷക്കണക്കിന് മില്യൺസ് ഓഫ് പീപ്പിൾ പട്ടിണി, ഭക്ഷണം കഴിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ഡിസ്റ്റർബൻസ്, കമ്മ്യൂണൽ, നമ്മുടെ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും എതിരാളികളായിട്ട് പരിണമിച്ചു, കണ്ടുകൂടാതെ ദേഷ്യ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഇനീഷ്യലി നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഞാൻ പറഞ്ഞതല്ല, ചാലഞ്ചസ് നിങ്ങളുടെ ബുക്കിലുള്ളതാണ്, ചാലഞ്ചസ് ടു ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ അതുകൊണ്ട് ഇതിനെല്ലാം കൺട്രോൾ ചെയ്യേണ്ടി വന്നു. പിന്നെ വേറൊരു കാര്യം, ഓയിങ് എ പാർട്ടീഷൻ, സഡൻ സ്കേഴ്സിറ്റി ഓഫ് സിവിൽ സർവന്റ്. നമ്മുടെ രാജ്യം വിഭജിച്ചപ്പോ നമ്മുടെ സിവിൽ സർവന്റ് എല്ലാം ബൈഫർക്കേഷനായി. കാരണം കുറെ എണ്ണം അങ്ങോട്ട് പോയി, അവിടുത്തെ ആളുകൾ ഇങ്ങോട്ട് വന്നു. ഇവിടെ നമ്മുടെ ഇവിടെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ ആളില്ലാണ്ടായി. ദാരിദ്ര്യം മാത്രം നമുക്ക് മുതലായിട്ടുണ്ടായിരുന്നു. പിന്നെ മുസ്ലിം സിവിൽ സർവൻസ് റിസൈൻഡ്. അതേമാതിരി മുസ്ലിംസ് ചില മറ്റുള്ള പാകിസ്ഥാനിലേക്കും മറ്റുള്ള പോയി, അതേമാതിരി അങ്ങനെ പലതും. ഇനി പറയാൻ പോകുന്നത് ഫാമിലീസ്. പിന്നെ അതിന് കൂടാതെ ഫെമിൻസ് 40s ലീഡിങ് ടു ഷോർട്ടേജ് ഓഫ് സപ്ലൈ. ഫുഡ് ഷോർട്ടേജ് ഉണ്ടായിരുന്നു, ഭക്ഷണം ആർക്കും കിട്ടാൻ ഉണ്ടായിരുന്നില്ല, റെഗുലർ സപ്ലൈ ഉണ്ടായിരുന്നില്ല, ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ അത് വലിയ പ്രശ്നമായിട്ട് പരിണമിച്ചു. അപ്പോൾ അങ്ങനെ അപ്പൊ അതുകൊണ്ട് പല റിക്രൂട്ട്മെന്റ് ഇതൊക്കെ നമ്മൾ ചില പൊസിഷനിലേക്ക് നമ്മൾ ചെയ്യേണ്ടി വന്നു. കാരണം ആളില്ലാതെയായി, ഇവിടുത്തെ ആളുകൾ അങ്ങോട്ട് പോയി, അങ്ങനെയുള്ള ചില, അപ്പൊ ഷോർട്ട് നോട്ടീസിൽ റിക്രൂട്ട്മെന്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ അതിന്റെ പുറമെ നമ്മുടെ വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, 600ഓളം നാട്ടുരാജ്യം ഉണ്ടായിരുന്നു. കൊച്ചി, ഗ്വാളിയർ, ജമ്മു, മാതിരി ഓരോരോ രാജസ്ഥാനിലായിക്കോട്ടെ, രാജാക്കന്മാരെ, ചെറിയ ചെറിയ രാജ്യങ്ങളുണ്ടായിരുന്നു, കുടുംബം, രാജാക്കന്മാരെ 600ഓളം ഉണ്ടായിരുന്നു. പ്രിൻസിലി സ്റ്റേറ്റ്, അതിനെല്ലാം ഇന്ത്യയോട് കൂടി യോജിക്കേണ്ടി വന്നു. സർദാർ വല്ലഭായ് പട്ടേലാണ് ഇത് ഇനീഷ്യേറ്റീവ് എടുത്ത മഹാനായ മനുഷ്യൻ, നമ്മുടെ ഹോം മിനിസ്റ്റർ, പണ്ടത്തെ അയറൺ മാൻ. അദ്ദേഹമാണ് ഈ നാട്ടുരാജാക്കന്മാരെല്ലാം ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർത്തത്. അയാളാണ് ഇനീഷ്യേറ്റീവ് എടുത്തത്, ഹോം മിനിസ്റ്റർ അണ്ടർ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. വളരെ പവർഫുൾ പേഴ്സൺ. ഓക്കെ. അപ്പൊ ഈ നാട്ടുരാജ അതൊരു പ്രശ്നമായിട്ട് പരിഗണിച്ചു. കാരണം അതൊക്കെ അങ്ങനെ കൂട്ടിയോജിപ്പിക്കുമ്പോൾ അവർക്ക് പല കോമ്പൻസേഷൻ എല്ലാം കൊടുക്കണം, അവർക്ക് ഫെസിലിറ്റീസ് എല്ലാം കൊടുക്കണം. രാജാക്കന്മാരെ ഇങ്ങോട്ട് അവരുടെ ഭരണം എല്ലാം പോയിട്ട് ഇങ്ങോട്ട് കൂടുതൽ ഇന്ത്യ രാജ്യത്തിലേക്ക് ചേരുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മാസം എന്തെങ്കിലും പെൻഷൻ ഇതേമാതിരിയൊക്കെ കൊടുക്കണ്ടേ? കാരണം അവർ രാജാവായിട്ടിരുന്ന ആളുകൾക്ക് ജീവിക്കേണ്ടേ, അവർ വേറെ മാർഗങ്ങളില്ലല്ലോ. പിന്നെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ലീഗസി, ബ്രിട്ടീഷ് റൂൾ. അപ്പൊ പറയുന്നത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷന്റെ ഓരോരോ ബ്രിട്ടീഷ് റൂളിൻ്റെതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കുള്ള ICS IAS ആയിട്ട് പരിണമിച്ചു. ഈ ഓരോരോ ഘടനകള്, അതായത് നോക്കൂ, പ്രസന്റ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഈസ് ലാർജ്ലി ലീഗസി ഓഫ് ബ്രിട്ടീഷ് റൂൾ. ആൾ ഇന്ത്യ സിവിൽ സർവീസ് പറഞ്ഞു കഴിഞ്ഞു. IPS IAS ഇതൊക്കെ ബ്രിട്ടനിലുണ്ട്. അതേമാതിരി നമ്മുടെ അക്കൗണ്ടിങ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അതേമാതിരി നമ്മുടെ അക്കൗണ്ടിങ് സിസ്റ്റം, ഓഡിറ്റിംഗ്, നമ്മുടെ കോടതി, എല്ലാം അവിടുന്ന് വന്ന അതേ മാരി നടന്നു പോകുന്നു. ഇപ്പോഴും അതെ, നമ്മുടെ പോലീസ് പാനലൊക്കെ ബ്രിട്ടീഷുകാരുടെ അതേ തന്നെയാണ് നടക്കുന്നത്. ഇന്നും 75 കൊല്ലം കഴിഞ്ഞിട്ടും നമ്മുടെ ചില ആക്ടുകൾ മാറിയിട്ടേ ഇല്ല. സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ മുമ്പേ അത് ആക്ടൊക്കെ ഉണ്ട് നമ്മുടെ അടുത്ത്. അതിപ്പോഴും നമ്മൾ അതേ ആക്ട് പ്രകാരം നമ്മൾ പ്രവർത്തിക്കുന്നത്, അതും കൂടി ഉണ്ട്. അപ്പൊ ശ്രദ്ധിക്കണം എത്രത്തോളം നമ്മൾ കടപ്പെട്ടിട്ടുണ്ടെന്ന്. അതെന്നെ കോപ്പി ചെയ്തിട്ടാണ് പലതും നമ്മൾ ഉണ്ടാക്കിയിരുന്നത്. മനസ്സിലായില്ലേ? കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വന്നു. കാരണം ബ്രിട്ടനും ഇന്ത്യയും തമ്മിൽ വ്യത്യാസമാണ്. കാരണം ഇവിടെ പോപ്പുലേഷൻ കൂടുതലാണ്, ഡൈവേഴ്സിറ്റി കൂടുതലാണ്, സ്റ്റേറ്റ് കൂടുതലാണ്, യൂണിയൻ ടെറിട്ടറി കൂടുതലാണ്. അവിടെ അത്ര ഇല്ലല്ലോ പോപ്പുലേഷൻ. ഇവിടെ എത്ര, അവിടെ അതൊന്നും ഇല്ലല്ലോ. നമ്മുടെ ഒരു സ്റ്റേറ്റിന്റെ പോപ്പുലേഷൻ അല്ല അവിടെ ടോട്ടൽ. നമ്മുടെ ഉത്തർപ്രദേശിന്റെ ടോട്ടൽ പോപ്പുലേഷൻ അല്ല ഇംഗ്ലണ്ടില്. മനസ്സിലായില്ലേ? അപ്പോ കാരണം എന്താന്ന് പറഞ്ഞ വെച്ചാൽ, അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട്, എളുപ്പമല്ല. The most difficult task and diversity, religion, അനവധി റിലീജിയൻ, 22 ഒഫീഷ്യൽ ഭാഷ,
22 എത്രയോ ഭാഷയുണ്ട്, അതിന് ആൽഫബറ്റ് ഇല്ല. 7 മെയിൻ റിലീജിയൻ, 28 സ്റ്റേറ്റ്, 9 യൂണിയൻ ടെറിട്ടറി, 138 കോടി ജനങ്ങൾ, ലോകത്തിലെ രണ്ടാമത്തെ. ഷോർട്ട്ലി വി ആർ ഗോയിങ് ടു ബീറ്റ് ചൈന ഇൻ ദി പോപ്പുലേഷൻ. കുറച്ചും കൂടി കൊല്ലത്തിനുള്ളിൽ നമ്മുടെ പോപ്പുലേഷൻ അവർ 142 നമ്മുടെ 138 എത്തിക്കഴിഞ്ഞു. അപ്പോ ഷോർട്ട്ലി വിത്തിൻ വെരി ഫ്യൂ ഇയേഴ്സ് വി ആർ ഗോയിങ് ടു ബീറ്റ് China as far as population is concerned, and India will become the most populous country in the world. അതുകൊണ്ട് എന്താണ് പ്രശ്നം? അതൊരു പ്രൈഡ് അല്ല കേട്ടോ. എന്താ കാരണം എന്ന് വെച്ചാൽ then we have to improve the education and infrastructure facilities, employment problems. ഇതൊക്കെ വരും. പല ഈവൻ ഇന്ത്യക്ക് നമ്മുടെ ഈ പാകിസ്ഥാൻ ഡിവൈഡ് ചെയ്ത സമയത്ത് ആർക്കും ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. അതൊരു പ്രശ്നമായിട്ട് പരിണമിച്ചു. ആർക്കും ജോലിയില്ല. അപ്പൊ ഇപ്പോൾ ഈ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ എഡ്യൂക്കേഷണൽ ഇത് നമ്മൾ ഇൻക്രീസ് ചെയ്യേണ്ടി വരും, നമ്മുടെ എക്സ്പെൻഡിച്ചർ കൂടും, അതേമാതിരി പല കോളേജസ് സെറ്റപ്പ് ചെയ്യേണ്ടി വരും, പിന്നെ ഇവരുടെ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ വേണ്ടി വരും, ഇവർക്ക് എംപ്ലോയ്മെന്റ്, പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഇന്ത്യ ഫേസ് ചെയ്യും. അപ്പോൾ ചൈന അതന്നെയല്ലേ ഫേസ് ചെയ്യുന്നത്, അപ്പൊ ഇന്ത്യ അത് ഫേസ് ചെയ്യും. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് വേണം. അപ്പൊ അതിനാണ് ഇപ്പൊ തന്നെ ഇന്ത്യ പ്ലാൻ ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇന്ത്യ ഓഫ് കോഴ്സ് വൺ ഓഫ് ദ മോസ്റ്റ് developed country in the world, not developing country, sorry, not a developed country, developing country ആണ് നമ്മുടെ ഇന്ത്യ, ഡെവലപ്ഡ് കൺട്രി അല്ല കേട്ടോ. ഷോർട്ട്ലി ഇന്ത്യ വിൽ ബിക്കം. നൗ വേറൊരു കാര്യം, ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷൻ നോക്കൂ. എന്താ ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷൻ നോക്കൂ, ശ്രദ്ധിച്ചോളൂ. പബ്ലിക് സർവീസസ് നമ്മുടെ അതേമാതിരി നോക്കൂ. സിവിൽ സർവീസ്, IAS, IFS, ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, അതും UPSC ആണ്. ദെൻ ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ്, അങ്ങനെ പലതും നമ്മുടെ സിവിൽ സർവീസിൽ. അത് ബ്രിട്ടനിൽ അതേ നമ്മൾ കോപ്പി ചെയ്തിട്ടുണ്ട്. അടുത്ത് പബ്ലിക് സർവീസ് കമ്മീഷൻ. യെസ്, സെൻട്രൽ UPSC, സ്റ്റേറ്റിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ. പരീക്ഷ എല്ലാവർക്കും ജോലി കൊടുക്കുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഹയർ ലെവലില് ക്ലാസ് 1, ക്ലാസ് 2 ഇതൊക്കെ ഉണ്ടല്ലോ, അത് UPSC ആണ്. ഈ PSC നടത്തുന്നത് ലോവർ ലെവലിലേക്കുള്ളതാണ്. അതും കൂടി മറക്കരുത്. PSC ഹൈ ലെവലിലുള്ളതല്ല, നോർമൽ ഇതായിട്ടുള്ള മിഡിൽ അതിൻ്റെ താഴേക്കുള്ളതാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ചിലപ്പോൾ ക്ലറിക്കൽ പോസ്റ്റ്, ലോവർ ഡിവിഷൻ എന്നൊക്കെ ഇല്ല, ആമാരി, ചിലപ്പോൾ സൂപ്രണ്ടന്റ്, എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, അങ്ങനെയൊക്കെയാണ് വരുന്നത്. നേരെ വെച്ചാൽ ക്ലാസ് 1 ഓഫീസർ അതിൻ്റെയൊക്കെ UPSCയിൽ പോകും. അത് ഡയറക്ട്ലി അണ്ടർ ദ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ. ഓക്കെ. പിന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എവറി സ്റ്റേറ്റ് ഈസ് ഹാവിംഗ് പബ്ലിക് സർവീസ് കമ്മീഷൻ. ദർ ഇസ് എ ബോർഡ്, PSC ബോർഡ്. അതിൽ ചില 6 മെമ്പറോ എഡ്യൂക്കേറ്റഡ്, വളരെ അക്കാഡമിഷ്യനും പല ടെക്നോക്രാറ്റും ഒക്കെ ഉണ്ടായിരിക്കും. ഏറ്റവും അതിലൊരു ബോർഡ് ഉണ്ടായിരിക്കും, അവരായിരിക്കും ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ പറയണല്ലോ, കലക്ടർ. ഇവിടെ കലക്ടർ പറയുമ്പോൾ ശ്രദ്ധിക്കണേ, ബിക്കോസ് ഈ ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ആയതുകൊണ്ട്. ഡിസ്ട്രിക്ട് കലക്ടർ നോർത്ത് ഇന്ത്യയിലെ ഡെപ്യൂട്ടി കമ്മീഷണറാണ്. സൗത്ത് ഇന്ത്യയിലെ ഡിസ്ട്രിക്ട് കലക്ടർ എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലെ ഡെപ്യൂട്ടി കമ്മീഷണറാണ്. അപ്പോൾ റവന്യൂ ആണ് അവരുടെ. നോട്ട് ഓൺലി ദാറ്റ്, ഹി ഈസ് ദ ഒരു ഡിസ്ട്രിക്റ്റിന്റെ അഡ്മിനിസ്ട്രേഷൻ അയാളുടെ കീഴിലാണ്. ഹീസ് ആൾസോ എ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഇൻ കേസ് ഓഫ് ബ്രേക്ക് ഡൗൺ ഓഫ് ലോ, ഷൂട്ട് അറ്റ് സൈറ്റ് ഓർഡർ, അതേമാതിരി ഇതുള്ള അധികാരം അയാൾക്കാണ്, ഡിസ്ട്രിക്ട് കലക്ടർക്കാണ്. വളരെ 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 അതുമാതിരി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചെയർമാനാണ് ഡിസ്ട്രിക്റ്റിന്റെ. വളരെ സൂപ്പർ പവറാണ്. അപ്പൊ അതൊക്കെ സിവിൽ സർവീസിലുള്ള ആളുകളാണ്, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. നല്ല നല്ല നമ്മുടെ ഫോർച്യുനേറ്റ്ലി വൺ തിങ് വിച്ച് ഐ വാണ്ട് ടു ടെൽ യു ഈസ് ദാറ്റ് UPSC examination which they are conducting for civil service examination, നമ്മുടെ IAS ആയിട്ട് വളരെ ട്രാൻസ്പെറന്റും വളരെ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ളതാണ്. ആളുകൾ വളരെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആണ്. പഠിച്ചല്ലാണ്ട് പാസ്സാവില്ല, മിടുക്കന്മാരല്ലാണ്ട് IAS ആവൂല. IAS ആയിക്കോട്ടെ, മറ്റേതായിക്കോട്ടെ. അപ്പൊ അതുകൊണ്ട് വളരെ സ്ട്രിക്റ്റ് ആണ്. അതിന്ന് വളരെ വരുന്ന ആളുകളാണ് ഇന്ത്യ ഭരിക്കുന്നത്. പോലീസ് ആയിക്കോട്ടെ, ഫോറിൻ സർവീസ്, നമ്മുടെ നോക്കൂ, നമ്മുടെ എല്ലാ അംബാസഡർമാരായിക്കോട്ടെ, അല്ലെങ്കിൽ IPS ആയിക്കോട്ടെ, IAS ആയിക്കോട്ടെ, ദേ ആർ ഹാവിങ് ദിയർ ഓൺ ഒരേ സിമിലർ കലിബറാണ് എല്ലാവർക്കും. അതെങ്ങനെയാണ്? അവരുടെ കോഴ്സ് മെറ്റീരിയൽ, അവരുടെ എക്സാമിനേഷൻ കണ്ടക്ടിങ് മെത്തേഡ്,
And our training method, 6 months, Bharadarshan, all these things, very strict. Then refresher course. അതൊക്കെയാണ് മനസ്സിലായോ, സെക്യൂരിറ്റി ഓഫ് ജോബ്, ഇതൊക്കെ. പിന്നെ അവരുടെ പവറും. പിന്നെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞു, ലോക്കൽ ഗവൺമെന്റിനെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഫൈനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷനിൽ എന്താണെന്ന് വെച്ചാൽ ഈ കറപ്ഷൻ ഇതെല്ലാം ഇതെവിടെ വേണം നമ്മൾ നോക്കൂ. ഇതെല്ലാം ഓഡിറ്റിങ്. ഓഡിറ്റിങ് ഇസ് വെരി വെരി എസെൻഷ്യൽ. ഓഡിറ്റിങ്, അതായത് വാട്ട് എവർ എക്സ്പെൻഡിച്ചർ യു മെയ്ഡ് അത് ഓഡിറ്റ് ചെയ്യണം. പിന്നെ കൺട്രോളർ ഓഡിറ്റർ ജനറൽ കീഴിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ എല്ലാ എക്സ്പെൻഡിച്ചറും ഓഡിറ്റ് ചെയ്യുന്ന CNDAG ആണ്. റെയിൽവേ ആയിക്കോട്ടെ, പോർട്ട് ആയിക്കോട്ടെ, എല്ലാം CNDAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, CNDAG. അതിൽ ഓഡിറ്റ് ചെയ്തിട്ട് കൊല്ലത്തിൽ റിപ്പോർട്ട് ചെയ്യും. ആരെ എക്സസ് ഉണ്ടെങ്കിൽ പിന്നെ റിപ്പോർട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ പനിഷ്മെന്റ് ഉണ്ടാവും എന്തെങ്കിലും വയലേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ. ആളുകളുടെ പേരിൽ വരണം, ചിലപ്പോൾ ക്രിമിനൽ കേസ് ഉണ്ടാവും, CBI ആരെങ്കിലും കറപ്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഗവൺമെന്റിന്റെ പൈസ ടാക്സ് ബേസിന്റെ കാശാണ്. അതുകൊണ്ട് വളരെ ഓരോരോ പൈസ ചെലവഴിക്കുമ്പോൾ ചിലവഴിച്ചിട്ടില്ലെങ്കിൽ ചില സമയത്ത് അനുഭവിക്കാനുള്ള ഇത് ഉണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾക്കറിയാലോ, എത്രയോ സ്റ്റേറ്റിലെ അനവധി, ഈവൻ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററാ നമ്മുടെ, മഹാരാഷ്ട്ര, കൂടുതൽ ഞാൻ പേര് പറയാൻ പാടില്ല. ആൻഡ് സോ വാട്ട് ഈസ് ഹാപ്പനിങ്. കറപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കും. അപ്പൊ അത് നമുക്ക് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല. അപ്പൊ ചാലഞ്ചസ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ വളരെ നമ്മുടെ കൂടിയുണ്ട്. പിന്നെ ഡെവലപ്മെന്റ് ഓഫ് വെൽഫെയർ, ഞാൻ സമ്മറി ഇതിൽ ബുക്കിലുള്ളതല്ല ഞാൻ പറയുന്നത്. ഡെവലപ്മെന്റ് ഓഫ് വെൽഫെയർ നമ്മുടെ വെൽഫെയർ സ്റ്റേറ്റ് ആണ്. ഇന്ത്യ വളരെയധികം പല പ്രധാനമന്ത്രിയുടെ പല പ്രോഗ്രാംസ് ഉണ്ട്, നമ്മുടെ സ്റ്റേറ്റിന്റെ പല പോളിസീസ് ഉണ്ട്, പെൻഷൻ ഉണ്ട്, വിധവാ പെൻഷൻ ഉണ്ട്, സോൾജേഴ്സിന്റെ ആരെങ്കിലും പട്ടാളത്തിൽ മരിച്ചിരുന്ന ഭാര്യമാർക്ക് കമ്പാഷനേറ്റ് ഗ്രൗണ്ട് അപ്പോയിന്റ്മെന്റ് ഉണ്ട്, ദെൻ സോഷ്യൽ സെക്യൂരിറ്റി നോംസ് ഉണ്ട്, ESI, പ്രോവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, ഇതെല്ലാം വെൽഫെയർ ആണ്. അപ്പോ അങ്ങനെ പലതും ഞാൻ വിരലിൽ എണ്ണാവുന്നത് ഞാൻ പറഞ്ഞുള്ളൂ. ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ ഉണ്ട്, ബോണസ് ഉണ്ട്, അഗൈൻ വെൽഫെയർ, ദെൻ സാലറി, ദെൻ മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ബെനിഫിറ്റ്, അങ്ങനെ പലതും. അപ്പോൾ ഇന്ത്യ ഈസ് എ വെൽഫെയർ സ്റ്റേറ്റ്. ബോത്ത് സെന്റർ ആൻഡ് സ്റ്റേറ്റ് ഈസ് ഡൂയിങ് ദാറ്റ്. അപ്പോൾ നമ്മുടെ പിന്നെ മാത്രമല്ല നമ്മുടെ ഇതുണ്ടല്ലോ, ഒരു പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റേറ്റ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഇത് വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കണം. ഭരണഘടനയിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കും. നിങ്ങളുടെ പുസ്തകത്തിലില്ല, ഞാൻ ലോ പഠിപ്പിക്കുന്ന ആളുകൊണ്ട് പറയാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ പറഞ്ഞാൽ ഒരു സംസ്ഥാനം അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ പാലിക്കേണ്ട ചില കടമകളുണ്ട്. അത് ചോദ്യം ചെയ്യാൻ പാടില്ല സെൻട്രൽ ഗവൺമെന്റിന്. അതായത് എല്ലാ കാര്യങ്ങളും അവർക്ക് ഓരോ സ്റ്റേറ്റിന് ചെയ്യേണ്ട ചില കടമകളുണ്ട്. അത് ശരി ചെയ്യണം. വെൽഫെയർ, ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, അഗ്രികൾച്ചർ, ഫുഡ് പ്രൊഡക്ഷൻ, ജയിൽ, റിഫോംസ്, ലോ ആൻഡ് ഓർഡർ, ഇത് ആരപ്പിന് ചെയ്യുക? അപ്പൊ സ്റ്റേറ്റ് ആണ് ചെയ്യേണ്ടത്. ജനങ്ങളുടെ വെൽഫെയർ, ഇതൊക്കെ ഇത് പറയില്ലേ, പെൻഷൻ, ഇതൊക്കെ. അതേമാതിരി വേറെ കാര്യം, ഈ പ്രധാനമന്ത്രിയുടെ പല സ്കീം, സെൻട്രൽ ഗവൺമെന്റ് സ്കീം, ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണം. അതായത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, ഇതേമാതിരിയുള്ളതൊക്കെ ചെയ്യണം. അപ്പോൾ ഡെവലപ്മെന്റ്, അപ്പൊ ഇന്ത്യ ഈസ് എ വെൽഫെയർ സ്റ്റേറ്റ്. അപ്പൊ ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ആണ് വളരെ അത്യാവശ്യം, ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ. അപ്പൊ എല്ലാ കാര്യങ്ങളും. പിന്നെ വേറെ അടുത്ത് പറയേണ്ടത് ഇലക്ട്രോണിക്സ്. ഇന്ത്യ ഇലക്ട്രോണിക്സിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ്. ഓക്കെ, പിന്നെ യെസ്, ഓക്കെ. എവർ സിൻസ് ഇവിടെ ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ ഇലക്ട്രോണിക്സിൽ നമ്മുടെ യുഗം, അതായത് സോഫ്റ്റ്വെയർ ടെക്നോളജി ആയിക്കോട്ടെ, വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ്. അതായത് നമ്മുടെ തേർഡ് പ്ലേസ് ഇട്ടാണ് നമ്മുടെ രാജ്യം. അതേമാതിരി നമ്മുടെ ആളുകൾ എല്ലാം ലോകത്തിലാകമാനുണ്ട്. അതേമാതിരി നമ്മുടെ എല്ലാം ഡിജിറ്റലൈസേഷൻ ആണ്. ഇപ്പോൾ IT എല്ലായിടത്തും ഉണ്ട്. IT, ഇൻഫർമേഷൻ ടെക്നോളജീസ്. വി ഹാവ് ഗോട്ട് എ സെപ്പറേറ്റ് മിനിസ്ട്രി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സ്, ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ മിനിസ്ട്രി. മന്ത്രിയുണ്ട്, സഹമന്ത്രിയുണ്ട്, എല്ലാം ഉണ്ട്. അവർ ഇതിൻ്റെ എല്ലാം ഗവൺമെന്റിന്റെ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അതേപ്രകാരം സ്റ്റേറ്റിനുണ്ട് അങ്ങനെ ഇൻഡസ്ട്രിയൽ സെറ്റപ്പ്, ഇതെല്ലാം നടക്കുന്നു. അപ്പൊ ഇലക്ട്രോണിക് യുഗമാണ്, എല്ലാം ഡിജിറ്റലൈസേഷൻ. ഇനി കൺക്ലൂഷൻ. എവർ സിൻസ് ദ കൺട്രി ബിക്കം ഇൻഡിപെൻഡന്റ്, യെസ്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ഈസ് കണ്ടിന്യൂഡ് വിത്ത് ദ ബ്രിട്ടീഷ് ലീഗസി. പറഞ്ഞു, ബ്രിട്ടീഷുകാർ അതേ പിന്തുടരുന്നു നമ്മൾ പലതും. അത് മാറ്റണം. കാരണം ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷൻ, പബ്ലിക് സർവീസ് കമ്മീഷൻ. കാരണം ഇന്ത്യയുടെ സാഹചര്യം ഡിഫറെന്റ് ആണ്. ബ്രിട്ടനിലത്തെ സാഹചര്യം മാറാം. അപ്പം മറിഞ്ഞേ പറ്റും, നമുക്ക് മാറ്റണം. ചില സമയത്ത് ഡിസ്ട്രിക്ട് കളക്ടർ അധികാരങ്ങൾ കൂടുതൽ കൊടുക്കണം. റിസർവ് ബാങ്കിന് നമ്മുടെ ഓട്ടോണമസ് ബോഡിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ.
അപ്പൊ അതിന് കൂടുതൽ പണം. റൈറ്റ് ടു ഇൻഫർമേഷൻ, വെരി സിഗ്നിഫിക്കന്റ് ലെജിസ്ലേഷൻ ഇന്ത്യ മെയ്ഡ്. എന്ത് നമുക്ക് അറിയാനുള്ള അവകാശം, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, പഞ്ചായത്ത് രാജ് സിസ്റ്റം, ജെൻഡർ പാർട്ടിസിപ്പേഷൻ, ഇതൊക്കെയാണ് പറയാനുള്ളത്. സോ യെസ്, ദിസ് ഇസ് ദ കൺക്ലൂഷൻ, ആൻഡ് താങ്ക് യു വെരി മച്ച്.